പറ്റിയില്ല. എന്താടാ? എല്ലാം കവർ ചെയ്യാൻ പറ്റിയില്ല മിസ്സേ, പെൻഡിങ് ഒക്കെ ഉണ്ട്. ഓക്കെ പെൻഡിങ്. ഓക്കെ, അപ്പോ ബാക്കിയുള്ളവരൊക്കെയോ? ബാക്കി എല്ലാവർക്കും എല്ലാ പോർഷൻസും കിട്ടിയോ? കവർ ചെയ്യാൻ പറ്റിയോ എല്ലാവർക്കും? കവർ ചെയ്തോണ്ടിരിക്കുന്നു. ഓക്കെ, ദെൻ 90% ഓക്കെ. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ടോ ഓവറോൾ നിങ്ങൾക്ക് നോക്കിയിട്ട് ഈ ലിസ്റ്റിൽ വരും എന്നുള്ളൊരു കോൺഫിഡൻസ് ലഭിക്കുന്നുണ്ടോ? ലിസ്റ്റിൽ ഉണ്ടാകും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ടോ എല്ലാവർക്കും? എങ്ങനെയുണ്ട് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് മൊത്തത്തിൽ ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യുന്ന ആ ഒരു ലെവലിലേക്ക് എത്തുമ്പോൾ? നിങ്ങളൊരു പഠിക്കുന്ന അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് ഒന്ന് ഷെയർ ചെയ്യാമോ? കാരണം ബാക്കിയുള്ളവർ പലരും ഇപ്പോഴും കൺഫ്യൂസിങ് ആണ് പല സബ്ജക്റ്റിന്റെ കാര്യങ്ങളിലും ഒക്കെ തന്നെ. അപ്പോൾ നിങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ ഈ ഒരു നിങ്ങളുടെ പഠിക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഷെയർ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അത് കുറച്ചുകൂടി യൂസ്ഫുൾ ആയിരിക്കും. എല്ലാ സബ്ജക്റ്റിന്റെയും പറയാം. ഇപ്പോൾ എൻ്റെ മൊഡ്യൂൾസിന്റെ മാത്രമല്ല, ബാക്കി ഓവറോൾ മൊഡ്യൂൾസിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, പറഞ്ഞോളൂ. നിങ്ങൾക്ക് വളരെ ഫ്രീ ആയിട്ട് ഉള്ളൊരു സെഷനായിട്ട് വിട്ടേക്കുവാണ്. നമുക്ക് അധികം താമസിപ്പിക്കാതെ തന്നെ ഒരു 10 മിനിറ്റ്സിനുള്ളിൽ തന്നെ നമ്മുടെ ക്ലാസ്സുകളും സ്റ്റാർട്ട് ചെയ്യാം. പറഞ്ഞോളൂ. ടൈം ടേബിളിനനുസരിച്ചൊക്കെ പഠിക്കുന്നുണ്ട് മിസ്സേ, പക്ഷേ ആദ്യം പഠിച്ചതൊക്കെ അങ്ങ് മൈൻഡിൽ നിന്ന് പോകുന്ന പോലത്തെ ഒരു ഫീലാ. പിന്നെ കുറെ നെറ്റിന്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ചിലതൊക്കെ കിട്ടാതെ പോകുന്ന പോലെ. ഓക്കെ, ബാക്കിയുള്ളവർക്കോ? ഞാൻ ഈ HSSTക്ക് ആദ്യമായിട്ട് ഇത്രയും എന്ന് വെച്ചാൽ ഇതുപോലെ സിലബസ് ബേസ് വെച്ച് ഞാനൊക്കെ പഠിക്കുന്ന ഫസ്റ്റ് ടൈമാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് അതിൻ്റെ അകത്ത് ഇൻകം ടാക്സ് എന്ന് പറയുന്ന ഏരിയയിൽ എനിക്ക് അത് മാത്രമുള്ളൂ ഞാൻ ഒട്ടും ടച്ച് ചെയ്യാതെ വെച്ചിരിക്കുന്നത്. അത് എനിക്ക് നോക്കേണ്ട ഒരു പോർഷനാണ്. ബാക്കി എല്ലാം അത്യാവശ്യം ഇങ്ങനെ നോക്കിയൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. പക്ഷെ നമ്മളിപ്പം ഒരു പോർട്ട്ഫോളിയോയുടെ ഒരു തിയറി ഒരു നോക്കി കഴിഞ്ഞിട്ട് പിന്നെ നോക്കുമ്പോൾ മറ്റ് കുറെ തിയറീസ് ഉണ്ടല്ലോ എല്ലാത്തിലും. ഈ എന്താ പറയാ, നമ്മളുടെ ഫിനാൻഷ്യൽ മാനേജ്മെന്റിലും എല്ലാം. അപ്പൊ അതെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മിസ് മാറിയൊക്കെ പോകുന്നുണ്ട്. അപ്പൊ ഒന്ന് പഠിച്ചിട്ട് പിന്നെ നമ്മൾ മറ്റേതെടുത്ത് നോക്കുമ്പം ഒരു ഐഡിയ ഇല്ലാത്ത പോലെയൊക്കെ തോന്നുന്നുണ്ട്. പിന്നെ എക്സാമിന് വരുമ്പം ഇത്രയൊക്കെ പഠിച്ചതുകൊണ്ട് ചെയ്യാൻ പറ്റുമായിരിക്കും എന്ന് ഇങ്ങനെ പ്രതീക്ഷിച്ചിരിക്കുക. പിന്നെ ഇനി ആ മൊഡ്യൂൾ 5ഉം 6ഉം ഒന്നുകൂടെ നോക്കണം. കോസ്റ്റിങ്ങും അതൊക്കെ ഒന്നുകൂടെ. പോയോ? അതും പോയോ? എന്തോ? മൊഡ്യൂൾ 5 പോയോ കയ്യിൽ? അല്ല, അത്യാവശ്യം എനിക്ക് പ്രോബ്ലംസ് എനിക്ക് വർക്ക്ഔട്ട് ചെയ്യാൻ ഇഷ്ടമുള്ള ഒരാളാണ് ഈ തിയറി പഠിക്കുന്നതിലും. അപ്പൊ അതെനിക്ക് ജസ്റ്റ് ഒന്നുകൂടെയൊക്കെ നോക്കിയാൽ എനിക്ക് കിട്ടും. ഞാൻ പ്രോബ്ലംസ് ഒന്നും ഒരിക്കലും അങ്ങനെ ഒരു എക്സാമിന് മിസ് ചെയ്യാറില്ല. ഞാൻ ആൻസർ കണ്ടുപിടിക്കുന്ന ഒരാളാണ്. അതിന്റെ ഒരു കോൺഫിഡൻസ് എനിക്കുണ്ട്. പക്ഷെ ഇപ്പൊ എല്ലാം കൈവിട്ട് പോയോ എന്ന് എനിക്കറിയില്ല. തിയറിയാണ് എന്റെ മനസ്സിലേക്ക് എപ്പോഴും നിൽക്കാത്തത്. പിന്നെ ഇൻകം ടാക്സ് എനിക്ക് ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഞാൻ ഒന്നും തന്നെ നോക്കിയിട്ടില്ല. അത് കുറച്ച് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം നോക്കാന്ന് വിചാരിച്ചിരിക്കുക. ഓക്കെ, PYQs ഒക്കെ ചെയ്ത് നോക്കിയപ്പോ എങ്ങനെയുണ്ട്? പഠിച്ച കാര്യങ്ങളൊക്കെ തന്നെയാണോ വരുന്നിട്ടുള്ളത്? അതെ. ഞാൻ മറ്റേ നമ്മുടെ പ്രീവിയസ് ഇയർ മറ്റേ ഇപ്പൊ യൂട്യൂബിലും ഒക്കെ നമ്മൾ നെറ്റിന്റെ ഒക്കെ എടുത്ത് നോക്കുന്നുണ്ട്. പക്ഷെ അത്യാവശ്യം നമ്മൾ കേട്ടതായിട്ടും എന്തെങ്കിലുമൊക്കെ നമുക്ക് ആൻസർ ചെയ്യാൻ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോൾ പറ്റുന്നുണ്ട്. എന്ന് വെച്ചാൽ അങ്ങനെ എല്ലാം കറക്റ്റ് ആവുന്നില്ല. എന്നാലും നമുക്ക് എവിടെയൊക്കെ എല്ലാം ഒന്ന് അറിയാം, കേട്ടിട്ടൊക്കെ ഉള്ളവരും. നേരത്തെ ഒന്നും എനിക്ക് അങ്ങനെ ഒരു സംഭവമേ ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ഓരോ ടോപ്പിക് ഒക്കെ കേട്ടിട്ടുള്ളത് കൊണ്ട് എന്തെങ്കിലും ഒരു ഐഡിയ വെച്ച് കറക്കി കുത്തിയൊക്കെ ആൻസറിലേക്ക് എത്താൻ പറ്റുന്ന പോലെയൊക്കെ തോന്നുന്നുണ്ട്. ഓക്കെ, അപ്പോ ബാക്കിയുള്ളവരോ? ലാസ്റ്റ് എക്സാം മിസ്, എനിക്കിനി ഒരു PSC എക്സാം എഴുതാൻ പറ്റില്ല. എന്റെ ലാസ്റ്റ് എക്സാം ആണ്. അപ്പൊ അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. പിന്നെ കിട്ടിയ ദൈവവിരുദ്ധം കയറണം എന്ന് തന്നെയാണ് ഒരു ആഗ്രഹവും ഒക്കെ. നിങ്ങൾ കയറാൻ പറ്റും. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ലിസ്റ്റിൽ നല്ല രീതിയിൽ വരണം. എന്ന് വെച്ചാൽ നമ്മൾ നല്ലൊരു ടോപ്പ് പൊസിഷനിലേക്ക് വരണം. ഞാൻ പറയാം, നിങ്ങൾ എനിക്ക് 300 ആയിരുന്നു റാങ്ക്. പക്ഷെ അത് അധികം ആൾക്കാരെ ഒന്നും എടുത്തുമില്ലല്ലോ. ജനറലും കൂടെ ആയതുകൊണ്ട് എനിക്ക് കിട്ടിയില്ല.
അത് പിന്നെ ഞാൻ അധികം അങ്ങനെ പ്രിപ്പയർ ചെയ്യാതെയൊക്കെ എഴുതി കിട്ടിയ ഒരു സംഭവമായിരുന്നു. ഇത് പക്ഷെ ഞാൻ അത്യാവശ്യം കഷ്ടപ്പെട്ടിട്ടുണ്ട്. അറിയില്ല. എന്തായാലും റിസൾട്ട് കിട്ടും. പിന്നെ ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ PSCയുടെ പാറ്റേൺ മാറ്റിയിട്ടുണ്ട്. പാറ്റേൺ എന്ന് പറയുമ്പോൾ ഇപ്പൊ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് ആൻസർ ആയിട്ട് വരുന്ന രീതിയിലാണ് വരുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് അത് നിങ്ങൾ ടെൻഷൻ ആവുകയൊന്നും വേണ്ട. ഫിനാൻഷ്യൽ മാനേജ്മെന്റിലെ ഓരോ തിയറി എടുക്കുക, ആ തിയറിയുടെ എല്ലാ അസംഷൻസ് പഠിക്കുക. അതേപോലെ തന്നെ അക്കൗണ്ടിങ്ങിന്റെ കാര്യത്തിൽ നമുക്ക് അത്രത്തോളം ഈ മൾട്ടിപ്പിൾ ഓപ്ഷൻസ് വരത്തില്ല. ഇങ്ങനെ തിയറികൾ വരുന്ന കേസിലാണ് ഇതിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് എന്താണ്, അല്ലെങ്കിൽ ഇതിന്റെ അതാണ് ഞാൻ നിങ്ങളുടെ ബാച്ചിലൊക്കെ ആദ്യമേ ഞാൻ ഫുൾ നോട്ട് ഇത്രയൊക്കെ തരുമ്പം ഞാൻ അത് 1-2 പേരോട് ചോദിക്കാറുണ്ട്. നോട്ട് ഓവർ ആണോ സ്വപ്നയോടൊക്കെ അല്ലേ ഞാൻ ചോദിക്കാറുള്ളത്, നോട്ട് ഓവർ ആണോ സ്വപ്നയെ തരുന്നതെന്നൊക്കെ. അതെ മിസ്സേ, നോട്ട്സ് ഒക്കെ എല്ലാ മെറ്റീരിയലും ഉണ്ട്. കണ്ടന്റ് വൈസ് നല്ല നോട്ട്സാ തരുന്നത്. അത് പറയാതിരിക്കാൻ പറ്റില്ല. കാരണം നമ്മൾ വായിക്കുന്തോറും പുതിയ പുതിയ കൂടുതൽ വിവരങ്ങൾ കിട്ടാറുണ്ട്. അപ്പോ ഈ നോട്ട്സ് ആദ്യമേ എല്ലാരും പറഞ്ഞ് ചുരുക്കി തന്നാൽ പോരെ. പക്ഷെ അന്ന് അങ്ങനെ ഞാൻ ചുരുക്കി തന്നായിരുന്നെങ്കിൽ ഇപ്പൊ നമ്മൾ അതിൽ ദുഃഖിക്കേണ്ടി വന്നേനെ. കാരണം ഇപ്പോ അഡ്വാൻറ്റേജസ്, ഡിസഡ്വാൻറ്റേജസ്, ലിമിറ്റേഷൻ അതാ ഞാൻ പറഞ്ഞു. നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഡെയിലി നിങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെ നിങ്ങൾ ഓരോ മൊഡ്യൂൾ, അത് ഞാൻ ഒരിക്കലും പറയത്തില്ല ഇന്ന മൊഡ്യൂൾ സ്റ്റാർട്ട് ചെയ്യണമെന്ന് പറയത്തില്ല. നോട്ട്സ് രാവിലെ മുതലിരുന്ന് വായിക്കുക. വായിക്കുക എന്ന് പറഞ്ഞാൽ ആദ്യം മുതൽ അവസാനം വരെ നിങ്ങളൊന്ന് ഓടിച്ചിട്ട് വായിക്കുക. വായിച്ചിട്ട് നിങ്ങൾ ഓരോന്ന് നിങ്ങൾക്ക് മനസ്സിലാകും. എന്തായാലും നിങ്ങൾ ടീച്ചേഴ്സാണ്, അപ്പൊ നിങ്ങൾ തന്നെ നിങ്ങളെ പറഞ്ഞത് പഠിപ്പിക്കണം. ഇന്ന പോയിന്റ്സ് ഇങ്ങനെ ഓർത്തു വെക്കണം. അത് ഓർത്തു വെക്കാൻ എന്തെങ്കിലുമൊക്കെ നിങ്ങളിപ്പോ ഒരു ടീച്ചേഴ്സ് ആണ്, നിങ്ങളൊരു ടീച്ചേഴ്സ് ആണെന്ന് തന്നെ സങ്കല്പിക്കുക. നിങ്ങൾ നാളത്തെ ക്ലാസ് പ്രിപ്പയർ ചെയ്യുക. അപ്പൊ ഞാൻ ഇങ്ങനെയൊക്കെ സ്റ്റുഡൻസിന് പറഞ്ഞു കൊടുത്താലേ അവർക്കത് മനസ്സിലാകാൻ പറ്റൂ എന്നുള്ള രീതിയിൽ നിങ്ങൾ തന്നെ ഡെയിലി പ്രിപ്പയർ ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ ഉള്ള ദിവസങ്ങൾ മഴയാണെങ്കിൽ കൂടി മക്കളൊക്കെ സ്കൂളിൽ പോകണം എങ്കിൽ പോലും കുറച്ച് അതിരാവിലെ എണീക്കാൻ നോക്കുക. പറ്റുമെങ്കിൽ നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കുക, എന്റെ സിറ്റുവേഷൻ ഇങ്ങനെയാണ്. കാരണം ഈ ഒരു ജോബ് കൊണ്ട് നിങ്ങൾക്ക് ഒരാൾക്കല്ല ഒരു ബെനിഫിറ്റ് ഉണ്ടാകുന്നത്, നിങ്ങൾ എൻ്റെ ഒരു ഫാമിലി രക്ഷപ്പെടും. അത് നിങ്ങളുടെ ഹസ്ബൻഡിന്റെ ഫാമിലി ആണെങ്കിലും നിങ്ങളുടെ പേഴ്സണൽ ഫാമിലി ആണെങ്കിലും നിങ്ങളുടെ കുഞ്ഞുങ്ങളാണെന്നുണ്ടെങ്കിലും നമ്മുടെ കുടുംബം മൊത്തത്തിൽ രക്ഷപ്പെടാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ഒരു എക്സാമിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യുന്നത്, അല്ലെ? അല്ലാണ്ട് നമ്മുടെ ഒരു ആഗ്രഹത്തിലുപരി നമുക്ക് ഈ ഒരു ജോബ് കൊണ്ട് ഒരുപാട് ആവശ്യങ്ങൾ നിറവേറ്റാനുണ്ട്. അപ്പൊ നിങ്ങൾ ആദ്യമേ തന്നെ, ഞാനത് കോച്ചിങ് ജോയിൻ ചെയ്ത സമയത്ത് തന്നെ പലരോടും പറഞ്ഞു, നിങ്ങളുടെ ഫാമിലി മെമ്പേഴ്സിനെ പറഞ്ഞ് മനസ്സിലാക്കണം, എനിക്ക് ഈ ഒരു എക്സാമിന്റെ പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ഈ ഒരു പോസ്റ്റ് ലഭിച്ചാൽ ഉണ്ടാകുന്ന ബെനിഫിറ്റ് എന്താണ്. ടീച്ചിങ്ങിന്റെ കണക്ക് ഏറ്റവും നല്ലൊരു ജോബും അതേപോലെ തന്നെ നമുക്ക് ഒരുപാട് കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു ജോബും വേറെ ഒരു ജോബും ഇല്ല, അല്ലെ? അപ്പൊ നിങ്ങൾ അത് പറഞ്ഞ് മനസ്സിലാക്കുക. ദെൻ അവരെ ആദ്യമേ നിങ്ങൾ അത് മനസ്സിലാക്കിയതിന് ശേഷം ഇനി എനിക്ക് ഇത്ര ദിവസങ്ങളേ ഉള്ളൂ, അപ്പൊ എനിക്ക് ഇനി ഇങ്ങനെയുള്ള രീതിയിൽ പഠിക്കണം. അപ്പൊ ജോലിയും കാര്യങ്ങളും, വീട്ടിലെ ജോലിയും കാര്യങ്ങളും ഒക്കെ ആണെന്നുണ്ടെങ്കിൽ അതിങ്ങനെ രീതിയിൽ നിങ്ങളൊന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്നുള്ളത് നിങ്ങളുടെ ഹസ്ബൻഡിനോടും ഹസ്ബൻഡിന്റെ ഫാമിലിയോടും അല്ലെങ്കിൽ നിങ്ങളുടെ സ്വന്തം ഫാമിലിയും പറഞ്ഞ് മനസ്സിലാക്കുക. ദെൻ രാവിലെ മുതലുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങുക. ഞാൻ പറയുന്ന ഒരു ദിവസം മുഴുവൻ പൂർണ്ണമായിട്ട് നിങ്ങൾ ഈ ഒരു എക്സാമിനകത്ത് ഫോക്കസ് ചെയ്തേ പറ്റത്തുള്ളൂ. കാരണം അവസാന നിമിഷമാകുമ്പോൾ നമുക്ക് ഒരുപാട് എന്താ വെച്ചാൽ നമ്മുടെ ശരീരം തന്നെ, അല്ലെങ്കിൽ നമ്മുടെ ശരീരവും മനസ്സും ഒക്കെ തന്നെ ആ ഒരു ടെൻഷനിലായിരിക്കും. എങ്ങനെയാണ്, ഞാൻ ലിസ്റ്റിൽ പെടുവോ, ഞാൻ പഠിച്ചതിന് ഫലം ഉണ്ടാവോ, അങ്ങനെ ഒരുപാട് ടെൻഷൻസ് നമ്മളെ അലട്ടുന്നുണ്ടായിരിക്കും. പക്ഷെ ഈ ടെൻഷൻസ് ഒക്കെ നിങ്ങൾ അങ്ങ് മാറ്റി വെക്കുക. ഈ ടെൻഷൻസ് ഒക്കെ മാറ്റി വെച്ചിട്ട് നിങ്ങൾ മൈൻഡ് പരമാവധി റിലാക്സ് ആക്കി വെക്കുക. നല്ല ഹാപ്പി ആയിട്ട് ഇരിക്കാൻ ശ്രമിക്കുക. മനസ്സ് നല്ല രീതിയിൽ സന്തോഷിക്കുന്ന രീതിയിലുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ കണ്ടെത്തുക. നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ കയ്യിൽ നിന്നോ ഫാമിലിയുടെ ഭാഗത്തു നിന്നോ എന്തെങ്കിലും ഒരു നെഗറ്റീവ് വാക്ക് പറഞ്ഞാൽ അത് മൈൻഡിൽ എടുക്കാൻ നിൽക്കരുത്. കാരണം എൻ്റെ ഒരു എക്സ്പീരിയൻസ് പറയുകയാണെങ്കിൽ, ഞാൻ പല എക്സാമിനും ഇതേപോലെ ആരെങ്കിലും എന്തെങ്കിലും പറയുമ്പോൾ അത് പെട്ടെന്ന് അങ്ങ് മൈൻഡിൽ നിന്ന് കഴിഞ്ഞാൽ ഈ പഠിച്ചതിനേക്കാൾ ഉപരി അയ്യോ അവരങ്ങനെ പറഞ്ഞല്ലോ എന്നുള്ളത്. അപ്പൊ ആരും അടുത്ത് ഒരു ടോക്കിനോ അല്ലെങ്കിൽ ഒരു നെഗറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം ഒഴിവാക്കുക. നിങ്ങൾ ഭയങ്കരമായിട്ട് ഹാപ്പി കണ്ടെത്തുക. നിങ്ങൾ അത് ചിലപ്പോൾ കണ്ടെത്തുന്നത് പ്രാർത്ഥനയിലൂടെ ആയിരിക്കാം. ഞാൻ ഒരിക്കലും പറയുന്നില്ല താൻ പാതി ദൈവം പാതി എന്നുള്ളത് തന്നെയാണ് കറക്റ്റ്. നിങ്ങൾ ഏത് ദൈവത്തിനെയാണ് വിശ്വസിക്കുന്നത്, നിങ്ങൾക്ക് ആ ദൈവത്തിനെ പ്രാർത്ഥിക്കാം. അതിൽ നിങ്ങൾ ഒരു ഏത്തിയസ്റ്റ് മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ട. നിങ്ങൾ എന്ത് ചെയ്യുക, നിങ്ങൾ പ്രവർത്തിച്ചതിന്റെ ഒരു ഫലം നിങ്ങൾക്ക് കിട്ടണം എന്നുള്ള രീതിയിൽ മാത്രം നിങ്ങൾ പ്രവർത്തിക്കുക. ഓക്കെ, അപ്പം ഇനിയുള്ള ദിവസങ്ങൾ വളരെ എന്ന് വെച്ചാൽ നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഒരു 10-27 ദിവസങ്ങളാണ് ഇനിയുള്ള ദിവസങ്ങൾ. കാരണം ഈ ഒരു 27 ദിവസം എന്ന് പറയുന്നത് ഇനി ഒരിക്കലും ലൈഫ് തിരിച്ചു കിട്ടാത്തൊരു ദിവസങ്ങളാണ്, അല്ലെ? അപ്പോ പരമാവധി നിങ്ങൾ ശ്രമിക്കുക, നിങ്ങളുടെ 100% ഇതിനായിട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, നമ്മളിടുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് അല്ല, അത്യാവശ്യം ഹാർഡ് ലെവലുള്ള ക്വസ്റ്റ്യൻസ് ആണ് തരുന്നത്. കാരണം സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് തന്നു കഴിഞ്ഞാൽ നിങ്ങളുടെ മൈൻഡ് ആ ഒരു ലേസി രീതിയിലോട്ട് പോകും. അപ്പൊ നിങ്ങൾക്ക് സബ്ജക്റ്റിന് ചിലപ്പോൾ നിങ്ങൾ ഉദ്ദേശിക്കുന്ന മാർക്ക് കിട്ടിയെന്ന് വരത്തില്ല. അത് ഞാൻ പറഞ്ഞില്ലേ, നെഗറ്റീവ് ആകണ്ട. നിങ്ങൾ എക്സാം ഹോളിൽ കയറുമ്പോഴാണ് അതിന്റെ ബെനിഫിറ്റ് ഉണ്ടാകുന്നത്, കേട്ടോ. അപ്പൊ ഇപ്പോഴേ നിങ്ങളുടെ മൈൻഡ് എന്ത് ചെയ്യുക, ഭയങ്കര കാം ആൻഡ് ക്വയറ്റ് ആയിട്ടും അതേപോലെ തന്നെ വളരെ കൂൾ ആയിട്ടും കൊണ്ടുപോകാൻ ശ്രമിക്കണം. എക്സാം ഹോളിൽ കയറിയതിന് ശേഷമാണെങ്കിൽ ചിലപ്പോൾ അപ്പോൾ എനിക്ക് പറഞ്ഞുതരാൻ പറ്റില്ല, എക്സാം ഹോളിൽ കയറിയതിന് ശേഷമാണെങ്കിലും ക്വസ്റ്റ്യൻസ് ഒന്നിലേറെ തവണ വായിക്കുക.
റഫായിട്ട് മാർക്ക് ചെയ്ത് പോവുക. 100% ഉറപ്പുണ്ടെങ്കിൽ മാത്രം എന്ത് ചെയ്യുക, മാർക്ക് ചെയ്ത് പോവുക. പിന്നെ 1-2 ക്വസ്റ്റ്യൻസ് ഒരു കറക്കിക്കുത്തും കൂടി ചെയ്യാം കേട്ടോ. അത് കുഴപ്പമില്ല. 1-2 അല്ലെങ്കിൽ 3-4 ക്വസ്റ്റ്യൻസ് അങ്ങനെയും ചെയ്യാം. പക്ഷെ നമ്മുടെ റാങ്ക് ലിസ്റ്റ് കൊണ്ട് കളയാൻ പറ്റുന്ന തരത്തിലേക്ക് പോവരുത്. ഓക്കെ, അപ്പൊ എല്ലാവരും കോൺഫിഡന്റ് ആയിട്ടിരിക്കുക. എല്ലാ ടീച്ചേഴ്സിന്റെയും, അതായത് നമ്മുടെ എല്ലാ ടീച്ചേഴ്സിന്റെയും അക്കാഡമിയുടെ മൊത്തത്തിലുള്ള പ്രാർത്ഥന നിങ്ങളുടെ കൂടെ എപ്പോഴായാലും ഉണ്ടായിരിക്കും. അതിൽ നിങ്ങൾ ആരും വിഷമിക്കണ്ട കേട്ടോ. അപ്പോ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം. സോ ഇനിയുള്ള ദിവസങ്ങൾ ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ 5 മൊഡ്യൂളും കൂടി ചേർത്തണം. അപ്പൊ നിങ്ങൾ പേടിക്കണ്ട, ഈ 5 മൊഡ്യൂളും കൂടി ചേർത്ത് കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ലൈവ് സെഷൻസ് എക്സാംസും ആയിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടി നിങ്ങൾ മറന്നുപോയി എന്ന് പറയുന്ന പോർഷൻസ് ഒക്കെ തന്നെ ഒന്ന് റീകളക്ട് ചെയ്യാൻ സാധിക്കും കേട്ടോ. പിന്നെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അതാത് ടീച്ചേഴ്സിനോട് സംസാരിച്ച് ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് പോവുക. അപ്പൊ എല്ലാം ഓക്കെ ആണ്, നിങ്ങൾ ഓക്കെ ആയാൽ മാത്രം മതി കേട്ടോ. സോ ടെൻഷനൊന്നും വേണ്ട. എന്തായാലും എല്ലാവർക്കും ഈ ഒരു എക്സാം ക്ലിയർ ചെയ്യാൻ പറ്റും. അതിന് കാലിബർ ഉള്ളവർ തന്നെയാണ് നിങ്ങൾ. ഞാൻ പറഞ്ഞല്ലോ, അങ്ങനെ നിങ്ങൾ കഷ്ടപ്പെടുന്നതിന് എന്തായാലും നിങ്ങൾക്ക് ഒരു റിസൾട്ട് ഉണ്ടാവും. ഓക്കെ, അപ്പൊ നിങ്ങൾ ശ്രമിക്കേണ്ട ഒരൊറ്റ കാര്യമേ ഉള്ളൂ, നിങ്ങളുടെ റാങ്ക് ലിസ്റ്റ് പരമാവധി ടോപ്പിലേക്ക് പോവുക. ഓക്കെ, അപ്പൊ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോ ഇതിൽ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറയുന്നത് ഞാൻ പൊതുവെ ജനറൽ രീതിയിലും കൂടി കുറച്ച് ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അത് വേറെ ഒന്നും കൊണ്ടല്ല, എങ്ങാനും ഒരു കയറി വന്നല്ലോ. പലപ്പോഴും ഈ ക്വസ്റ്റ്യൻ തയ്യാറാക്കുന്ന സബ്ജക്ട് എക്സ്പെർട്ട് ഇതിൽ ഏതെങ്കിലുമൊക്കെ ഏരിയാസ് പറയുമ്പോൾ അതിൽ നമുക്ക് സിലബസിൽ ഇല്ലെങ്കിൽ പോലും അത് എക്സാമിന് കയറി വരാൻ സാധ്യതയുണ്ട്. അപ്പൊ അങ്ങനെയുള്ള പോർഷൻസും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഇന്നത്തെ ഒരു സെഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ എന്ന് പറയുന്നത് പ്രീവിയസ് ഇയർ വന്നു പോയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. ഈ ഒരു മോഡൽ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പൊ നോക്കിക്കേ, ഫസ്റ്റ് വൺ, അതായത് 43 എന്ന് പറയുന്ന ഒരു ക്വസ്റ്റ്യൻ ഇപ്പോൾ റീസെന്റ് ആയിട്ട് നടന്ന ജൂനിയർ അക്കൗണ്ടന്റിന്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ദ പ്രോസസ് ഓഫ് ഇൻക്ലൂഷൻ ഓഫ് ദ നെയിം ഓഫ് ഷെയർ ദ ലിസ്റ്റ് ഓഫ് ഷെയർ ട്രേഡ് ഇൻ ദ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഈസ് കാൾഡ് ലിസ്റ്റിംഗ്. അപ്പൊ നിങ്ങൾ ഈ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള എക്സാംസ് ഒക്കെ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾക്ക് 100% കിട്ടും കേട്ടോ. കുറെയെങ്കിലും സ്കോർ ചെയ്യാൻ പറ്റും. ഒരു സപ്ലിമെന്റ് ലിസ്റ്റിലെങ്കിലും വരാനുള്ള കാര്യങ്ങളുണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ ആണ്: ദ പ്രോസസ് യൂസ്ഡ് ഡ്യൂറിംഗ് ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് ടു ഡിറ്റർമൈൻ ദ പ്രൈസ് വിച്ച് ഷെയർ വിൽ ബി ഓഫേർഡ് ടു ദ ഇൻവെസ്റ്റർ ഈസ് കാൾഡ് ബുക്ക് ബിൽഡിംഗ്. എന്താണെന്നുള്ളതൊക്കെ നമ്മൾ ഓൾറെഡി പഠിപ്പിച്ച കാര്യങ്ങളാണ്. അപ്പൊ അതിന്റെ മോർ എക്സ്പ്ലനേഷൻസ് ആവശ്യമില്ലല്ലോ ആർക്കും. ഓക്കെ, അടുത്തതാണ്: ഡാഷ് ഈസ് ദ പ്രോസസ് ബൈ വിച്ച് കമ്പനീസ് കൺവെർട്ട് ദ ഫിസിക്കൽ ഷെയർസ് സർട്ടിഫിക്കറ്റ് ഇൻ ടു ഇലക്ട്രോണിക് ഫോർമാറ്റ്. ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. അപ്പൊ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ: ദ ഫിനാൻഷ്യൽ പ്രോസസ് ഇൻ വിച്ച് ലിക്വിഡ് അസറ്റ് such as loan or receivable are bundled together and converted into traded security is called സെക്യൂരിറ്റൈസേഷൻ. ഞാൻ ആ ഫണ്ട് ബേസ്ഡ് ആൻഡ് നമ്മുടെ ഫീ ബേസ്ഡ് ട്രാൻസാക്ഷൻസ് ഇട്ടിട്ടുണ്ടല്ലോ, അല്ല ഫിനാൻഷ്യൽ സർവീസസ് ഇട്ടിട്ടുണ്ടല്ലോ. അപ്പൊ ആ ക്ലാസ് ഒന്ന് കയറി കാണണേ എല്ലാവരും സൗകര്യം പോലെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ: ദ ഡയറക്റ്റ് സെയിൽ ഓഫ് ഷെയർ ടു ഇൻവെസ്റ്റർ ഈസ് കാൾഡ്. ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് ഷെയർ കൊടുക്കുന്നതിന് എന്താ നമ്മൾ പറയുക? ആലോചിച്ച് മാത്രം മറുപടി പറയുക. ഇൻവെസ്റ്റേഴ്സിന് ഡയറക്റ്റ് ആയിട്ട് സെയിൽ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറഞ്ഞോ കൊടുക്കുന്ന എന്താണ്? പബ്ലിക് ഓഫർ ആണോ? ആലോചിച്ച് മാത്രം പറ. പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്. പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്. എന്താണ് കറക്റ്റ് ആൻസർ വരുന്നത്? പ്രൈവറ്റ് പ്ലേസ്മെന്റ് ആണ്. ഹലോ, കേൾക്കാമോ എല്ലാവർക്കും? ഓക്കെ, അപ്പോ റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത് എന്താണ്? എക്സിസ്റ്റിംഗ് ഷെയർ ഹോൾഡേഴ്സിന് എന്ത് ചെയ്യുകയാണ്? ഒരു ചാൻസ് കൊടുക്കുകയാണ്. കൂടുതൽ ഷെയർ ഡിസ്കൗണ്ടഡ് പ്രൈസിന് വാങ്ങാൻ ഒരു ചാൻസ് കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? റൈറ്റ് ഇഷ്യൂ എന്ന് പറയുന്നത്. റൈറ്റ് ഇഷ്യൂ കേട്ടല്ലോ. അപ്പൊ അത് ഓരോ പോയിന്റുകളും ഓർത്തിരിക്കണം. അടുത്ത പബ്ലിക് ഓഫർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ജനറൽ പബ്ലിക്കിന് നമ്മൾ ഓഫർ ചെയ്യും. പബ്ലിക് ഓഫർ ഫസ്റ്റ്ലി പറഞ്ഞോ. ഹലോ,
പബ്ലിക്കിന് ഷെയർ ആദ്യമായിട്ട് ഓഫർ ചെയ്യുന്നതല്ലേ, ഇനീഷ്യൽ പബ്ലിക് ഓഫർ, അതൊക്കെ അതിൻ്റെ അകത്ത്. അതെ, അത് തന്നെ. അപ്പൊ പബ്ലിക്കിന് ആദ്യമായിട്ട് ഷെയർ എന്ത് ചെയ്യുവാണ്, ഓഫർ ചെയ്യുവാണ് അല്ലെ. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, പബ്ലിക് ഓഫറിംഗ് എന്ന് പറയുന്നത്, പബ്ലിക് ഓഫർ എന്ന് പറയുന്നത് കേട്ടോ. സോ ഇപ്പൊ പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്താണ്? ഡയറക്റ്റ് സെയിൽ ഓഫ് ഷെയർസ് ടു ഇൻവെസ്റ്റേഴ്സ്. അതായത് ഷെയർ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യും, ഡയറക്റ്റ് ആയിട്ട് ആർക്ക് കൊടുക്കുവാണ്, ഈ ഇൻവെസ്റ്റേഴ്സിന് വിൽക്കുന്നതിനെയാണ്, ഡയറക്റ്റ് ആയിട്ട് സെയിൽ നടത്തുന്നതിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്, പ്രൈവറ്റ് പ്ലേസ്മെന്റ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇവ ഓരോന്നും തമ്മിലുള്ള കാര്യങ്ങൾ കറക്റ്റ് ആയിട്ട് നോട്ട് ചെയ്ത് പോണേ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കാൻ നിങ്ങൾക്ക് അറിയാവുന്ന ക്വസ്റ്റ്യൻ തന്നെയാണ്. 48 ക്വസ്റ്റ്യന്റെ ആൻസർ സെക്യൂരിറ്റി ബോർഡ് ഓഫ് ഇന്ത്യ. ഓക്കെ, അപ്പൊ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യയുടെ കാര്യം പഠിക്കുമ്പോൾ സെക്യൂരിറ്റി എക്സ്ചേഞ്ച് ബോർഡ് ഓഫ് ഇന്ത്യ ഫോം ചെയ്ത ഇയർ പഠിക്കണം, അതേപോലെ തന്നെ ഫങ്ഷൻസ് പഠിക്കണം, ദെൻ സെബിയുമായി ബന്ധപ്പെട്ടിട്ടുള്ള A to Z കാര്യങ്ങളും വായിച്ച് പഠിക്കണം കേട്ടോ. ഓക്കെ, നിങ്ങൾ വായിച്ചത് മറക്കുന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞില്ലേ, വായിക്കുന്നതിനോടൊപ്പം എഴുതി പോകണം. അതിപ്പോ ഒരു വട്ടം എഴുതി, 2 വട്ടം എഴുതി, 3-4 വട്ടം അതിങ്ങനെ എഴുതി പഠിക്കുമ്പോൾ അതങ്ങ് ഓർമ്മയിൽ തന്നെ നിന്നോളും. ഇനിയായാലും അങ്ങനെയൊക്കെ ചെയ്യാൻ സമയമുണ്ട്. അപ്പൊ നമുക്ക് അടുത്ത സെറ്റിലേക്ക് പോകാം. ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇപ്പോഴല്ല, അത് കുറച്ച് മുമ്പ് നടന്നൊരു എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണേ. ഹലോ, കാണാൻ പറ്റുന്നുണ്ടോ എല്ലാവർക്കും? പറ്റുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻ ഇതിനു മുമ്പ് നടന്നൊരു PSC എക്സാമിന്റെ ക്വസ്റ്റ്യൻ ആണേ. വിച്ച് ഓഫ് ദ ഫോളോവിങ് സ്റ്റേറ്റ്മെന്റ് ഈസ് കറക്റ്റ്? ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് കറക്റ്റ്? വായിച്ചു നോക്കിയിട്ട് മാത്രം പറയണം. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ആണ് കയറി വരാറുള്ളത്. നന്നായിട്ട് വായിച്ചു നോക്കുക. ഓപ്ഷൻ സി ആണോ മിസ്? ഓപ്ഷൻ ബി ആണോ? പറഞ്ഞു നിങ്ങൾ ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബിക്കകത്ത് പറയുന്നത് എന്താണ്, 1 and 2 ആൻഡ് കറക്റ്റ് എന്നുള്ളത്. അപ്പൊ നോക്കിക്കേ, ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത് ഇൻടാഞ്ചിബിൾ അസറ്റ്സ് ആണ്, വിച്ച് ആർ എക്സ്പെക്ടഡ് ടു പ്രൊവൈഡ് ഫ്യൂച്ചർ ബെനിഫിറ്റ് ഇൻ ദ ഫോം ഓഫ് ക്ലെയിം ടു ഫ്യൂച്ചർ ക്യാഷ്. അതായത് നമ്മൾ ഓൾറെഡി ഫിനാൻഷ്യൽ അസറ്റിന്റെ ആ ഒരു ഡെഫിനിഷനിൽ തന്നെ പറയുന്നുണ്ട്, ഭാവിയിൽ നമുക്ക് ക്യാഷ് ജനറേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള അസറ്റുകളെയാണ് നമ്മൾ ഫിനാൻഷ്യൽ അസറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഇന്ത്യൻ ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുമ്പോൾ ഓർഗനൈസ്ഡ് ആൻഡ് അൺഓർഗനൈസ്ഡ് ഫിനാൻഷ്യൽ സിസ്റ്റം ആണ് ഉള്ളത്. മണി മാർക്കറ്റിനെ ക്യാൻ ബി ഡിവൈഡഡ് ഇൻ ടു 2, നെയിംലി പ്രൈമറി സെഗ്മെന്റ് ആൻഡ് സെക്കൻഡറി സെഗ്മെന്റ്. അത് റോങ് ആയിട്ടുള്ള ഓപ്ഷൻ അല്ലേ? അതെ മിസ്സേ. സോ 1 and 2 ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നല്ല ശ്രദ്ധയോടുകൂടി വായിച്ചാൽ നമുക്ക് ഓൾറെഡി ഈ കാര്യങ്ങൾക്കൊക്കെ ആൻസർ ചെയ്ത് പോകാൻ പറ്റും. ഓക്കെ, അടുത്തൊരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. സി ആണ്. വായിച്ചു. ഡി. ഷെയർസ് ആണോ മിസ്സേ? ഒന്നുകൂടി ഒന്ന് വായിച്ചു നോക്കി. സ്റ്റോക്ക് എക്സ്ചേഞ്ചസ് ആണോ മിസ്സേ?
സ്റ്റോക്ക് എക്സ്ചേഞ്ചുകളാണ് കറക്റ്റ് ആൻസർ വരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു പോയിന്റ് നോട്ട് ചെയ്ത് പോണേ. ഡീമ്യൂച്വലൈസേഷൻ എന്ന് പറയുന്നത് ഈ ഒരു ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യുവാണ്. അതായത് ഇപ്പം ഒരു ഓർഗനൈസേഷനിൽ നിന്നും ഷെയർ ഹോൾഡേഴ്സിലേക്കോ അല്ലെങ്കിൽ ബ്രോക്കേഴ്സ്, ഡീലേഴ്സ് അങ്ങനെയുള്ളവരിലേക്ക് ഓണർഷിപ്പ് എന്ത് ചെയ്യുകയാണ്, എക്സ്ചേഞ്ച് ചെയ്യപ്പെടുകയാണ്. അപ്പൊ ഈ ഒരു ഇതിനെയാണ് നമ്മൾ ഡീമ്യൂച്വലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഡീമ്യൂച്വലൈസേഷൻ ഈ ഓണർഷിപ്പ് ചേഞ്ച് ചെയ്യപ്പെടുന്നത് എവിടെയാണ്? സ്റ്റോക്ക് എക്സ്ചേഞ്ചിലാണ്. ക്ലിയർ ആയോ? ഹലോ. അപ്പൊ ഡീമ്യൂച്വലൈസേഷൻ ആണ് ഇവിടെ എന്താണ് ഷെയർ നോടൊപ്പം ഓണർഷിപ്പ് അങ്ങോട്ടും ഇങ്ങോട്ടും ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നതിനെയാണ് ഡീമ്യൂച്വലൈസേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്തതൊരു ജനറൽ ക്വസ്റ്റ്യൻ. നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് ക്ലിയർ ആവുന്നുണ്ടോ? ഓപ്ഷൻ ബി ആണോ മിസ് ആൻസർ? അല്ലടാ, ഓപ്ഷൻ എ ആണോ സർ? എ ആണോ മിസ്? ഓപ്ഷൻ എ ആണ് ആൻസർ. നിങ്ങൾ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ടോ ഇത്? സർക്യൂട്ട് ബ്രേക്കേഴ്സ് ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ട്. കേട്ടിട്ടുണ്ട്, എവിടെയോ വായിച്ചിട്ടുണ്ട്. കേട്ടിട്ടുണ്ടോ? ഓക്കെ, അപ്പൊ കേട്ടിട്ടുണ്ടെങ്കിൽ നല്ല കാര്യം. സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത് ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം മിസ്സേ. അപ്പൊ കേൾക്കാം മിസ്. സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്താണെന്ന് നമുക്ക് നോക്കാമേ. ഓക്കെ, അപ്പൊ നോക്കിക്കേ, ഈ ഒരു പ്രധാനമായിട്ടും ഈ ഒരു സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഇലക്ട്രോണിക് ടേം ആണ്. ആ ഇലക്ട്രോണിക് ടേമിനെ ഈ ഒരു സ്റ്റോക്ക് എക്സ്ചേഞ്ചിലേക്ക് കൊണ്ടുവന്നതിന്റെ കാരണം എന്ന് പറയുന്നത് ഈ കർബ് എക്സസ് ഓഫ് വൊളാറ്റിലിറ്റി ഇൻ ദ സ്റ്റോക്ക് എന്ന് പറയുന്നത് സ്റ്റോക്ക് മാർക്കറ്റിൽ ചില സമയത്ത് ക്രാഷസുകൾ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അതായത് ഈ പ്രൈസ് ചേഞ്ച് ഒക്കെ ഉണ്ടാകുന്ന സമയത്ത് അത് പലതരത്തിലുള്ള ക്രാഷസിലേക്ക് കൊണ്ടുപോകാറുണ്ട്. അപ്പൊ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഉപയോഗിക്കുന്ന ഒരു സേഫ്റ്റി മെക്കാനിസം ആണ്, അതൊരു ടെമ്പററി ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു സേഫ്റ്റി മെക്കാനിസം ആണ് ഈ സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയുന്ന ടേം എന്ന് പറയുന്നത്. അതായത് ഒരു ഷോർട്ട് പീരീഡിലേക്ക് ഈ പറയുന്ന സ്റ്റോക്ക് പ്രൈസിനെ എന്തെങ്കിലും ഒരു രീതിയിൽ എന്ത് ചെയ്യുക, പ്രിവെന്റ് ചെയ്ത് നിർത്തുക. അല്ലെങ്കിൽ ഇപ്പോൾ പാനിക് സെല്ലിംഗ്, ഇപ്പോൾ ചില സമയത്ത് സ്റ്റോക്ക് മാർക്കറ്റിൽ ഒരു ക്രാഷ് ഉണ്ടാകുമ്പോൾ പെട്ടെന്ന് ഇൻവെസ്റ്റേഴ്സ് എന്ത് ചെയ്യും, വാങ്ങുകയും വിൽക്കുകയും ഭയങ്കര പാനിക് ആയിട്ട് അത് വാങ്ങുകയും വിൽക്കുകയും ഒക്കെ ചെയ്യും അല്ലെ. സോ അങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഈ സിറ്റുവേഷൻ, ഈ പാനിക് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ വേണ്ടി അല്ലെങ്കിൽ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഒരു മെക്കാനിസം ആണ് സർക്യൂട്ട് ബ്രേക്കേഴ്സ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, അപ്പൊ ഇങ്ങനെയുള്ള ടേം ജസ്റ്റ് ഒന്ന് പരിചയപ്പെട്ട് വെക്കാം. പറയാൻ പറ്റില്ല, ചിലപ്പോൾ നേരത്തെ വന്ന ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് റിപ്പീറ്റ് ആയിട്ട് കയറി വരും. ഓക്കെ, ഈ ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന ആൻസർ തന്നെയാണ്. ലിസ്റ്റഡ് കമ്പനീസ് ക്യാൻ ബി അപ്പീൽ അഗെയിൻസ്റ്റ് ദ ഓർഡേഴ്സ് ഓഫ് സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ദ ഡാഷ് ആസ് പെർ കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956. ഓപ്ഷൻ സി ആണ് ട്രൈബ്യൂണലാണ്. ബാക്കി ഒന്നും തന്നെ ഇതിനകത്ത് ഉൾപ്പെടുന്നതല്ല. അത് നിങ്ങൾ നോക്കുക. ഇതൊക്കെ നമുക്ക് PSC മാർക്ക് സ്കോർ ചെയ്യാൻ തന്നെ ഇട്ടിരുന്നത്. കോമ്പറ്റീഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ വരുന്നില്ല, നാഷണൽ കമ്പനി ലോ, അപ്പലൈറ്റ് ട്രൈബ്യൂണൽ, NCLAT എവിടെയാ വരുന്നത്? ഹലോ ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? NCLT നമ്മൾ വേറെ എവിടെയെങ്കിലും പഠിച്ചിട്ടുണ്ടോ? IPC പഠിച്ച സമയത്ത് പഠിച്ച സമയത്ത് സോൾവൻസിയുടെ എവിടെയാണ് ഓർത്തിരിക്കുന്നത്. ആൻഡ് കൺസ്യൂമർ പ്രൊട്ടക്ഷൻ കൗൺസിൽ, അതും അതിനകത്ത് വരുന്നില്ല. സിമ്പിൾ ലോജിക് ഉപയോഗിച്ച് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളേ ഉള്ളൂ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ.
അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമുക്ക് സെയിം സിലബസ് ബേസ് ചെയ്ത് വന്ന ഒരു എക്സാമിൽ നിന്ന് എടുത്തിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. നിങ്ങളൊന്ന് വായിച്ചു നോക്കിക്കേ. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഈ തന്നിട്ടുള്ളതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് ട്രൂ? ഓപ്ഷൻ സി ആണോ മിസ്സേ? വായിച്ചു നോക്ക്, നന്നായിട്ട് വായിച്ചു നോക്കിയിട്ട് മാത്രം പറയാം കേട്ടോ. രണ്ട് സ്റ്റേറ്റ്മെന്റും ശരിയല്ലേ? രണ്ട് രണ്ടും ശരിയല്ലേ? ശരിയാണ്, രണ്ടും ശരിയാണ്. അതാ ഞാൻ പറഞ്ഞത്, നമ്മള് ആൻസർ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ മൈൻഡിന് ഒരു ടെൻഡൻസി ഉണ്ട്. നമുക്ക് കുറച്ചറിയാം. ഇപ്പൊ നമ്മളൊരു സബ്ജക്റ്റിനെ കുറിച്ചിട്ട് നമ്മൾ കുറച്ച് കാര്യങ്ങൾ അറിയാം, പക്ഷെ ക്ലിയർ ആയിട്ട് അങ്ങോട്ട് അറിയില്ല താനും. അപ്പൊ അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിൽ നമ്മൾ നന്നായിട്ട് ഒന്നുകൂടി ഇരുന്ന് ആലോചിച്ച് നമുക്ക് അതിന് ആൻസർ കിട്ടും. പക്ഷെ ഇങ്ങനെ കുറച്ച് മാത്രം അറിയാവുന്ന ഒരു കാര്യങ്ങളാണെന്നുണ്ടെങ്കിൽ നമ്മൾ പെട്ടെന്ന് കയറി ആൻസർ ചെയ്യാൻ ശ്രമിക്കും. തെറ്റാണോ ശരിയാണോ നോക്കിയിട്ട് നമ്മൾ പെട്ടെന്ന് കയറി ആൻസർ ചെയ്യാൻ ശ്രമിക്കും. അത് നിങ്ങളൊന്ന് കുറച്ച് ഒഴിവാക്കണം. നിങ്ങൾ ആദ്യമേ ചെയ്യേണ്ടത് പെട്ടെന്ന് ആൻസർ ചെയ്യാതെ ഒന്ന് രണ്ട് വട്ടം വായിച്ചു നോക്കണം. ചില കേസിൽ ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് ഈ തന്നിട്ടുള്ള സ്റ്റേറ്റ്മെന്റിൽ ഇൻകറക്റ്റ് ആയിട്ടുള്ളത് ഏതാണെന്നായിരിക്കും വരുന്നത്. പക്ഷെ നമ്മുടെ മൈൻഡിന്റെ ഒരു രീതി അനുസരിച്ച് നമ്മൾ പെട്ടെന്ന് തന്നെ അത് കറക്റ്റ് ഏതാണെന്നുള്ളതാണ് മാർക്ക് ചെയ്യുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, നമ്മുടെ ജീവിതമാണ് ആ ഒരു ആൻസർ ഷീറ്റ് എന്ന് പറയുന്നത്. അപ്പൊ ആദ്യമേ കയറി മാർക്ക് ചെയ്യരുതും, വായിച്ച് മനസ്സിലാക്കിയിട്ട് നിങ്ങൾ പഠിച്ച സകല കാര്യങ്ങളും ഒക്കെ ഒന്ന് ഓർത്തിട്ട് വേണം അത് ആൻസർ ചെയ്യാൻ കേട്ടോ. അപ്പൊ അതാ ഞാൻ പറഞ്ഞത്, നിങ്ങളൊരു ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്ക്ഔട്ട് ചെയ്ത് ശീലിക്കുക എന്നുള്ളത്. സോ ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഇതില് ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ് ആണ് തെറ്റായത് അല്ലെങ്കിൽ ശരിയായത് എന്നുള്ള രീതിയിലായിരുന്നു. ഫിനാൻഷ്യൽ സിസ്റ്റം എന്ന് പറയുന്നത് ദാറ്റ് പ്രൊവൈഡ് പേയ്മെന്റ് സിസ്റ്റം ഫോർ എക്സ്ചേഞ്ച് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് ഇൻ ദി എക്കണോമി. ആൻഡ് സെക്കൻഡ് പോയിന്റ് വന്നിട്ട് ഫിനാൻഷ്യൽ സിസ്റ്റം പ്രൊവൈഡ് ദ അവന്യൂ ഓഫ് ഫോർ മാനേജിങ് ദ റിസ്ക് ഫിക്സ്ഡ് ബൈ മാർക്കറ്റ് പാർട്ടിസിപ്പൻസ്. ക്ലിയർ ആയോ? അപ്പോൾ നമ്മുടെ ഈ ഒരു മൊഡ്യൂൾ 2 എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ, അതേപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ്, ബിഹേവിയർ ഫിനാൻസ്, ഇത് മൂന്നും ടൈറ്റിലായിട്ട് വന്നിട്ടുള്ള മൊഡ്യൂളാണ്. അപ്പൊ ഈ 3 ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് വൺ ഇൻസ്റ്റിറ്റ്യൂഷൻ ആസ് ക്രിയേറ്റേഴ്സ് ഓഫ് ക്രെഡിറ്റ് ആൻഡ് അതർ പർവേഴ്സ് ഓഫ് ക്രെഡിറ്റ് ക്ലിയർലി ഡിസ്റ്റിംഗ്വിഷ് ബിറ്റ്വീൻ. ഒന്ന് വായിച്ചു നോക്കിക്കേ. ഡൗട്ട് ആവുക. ഓപ്ഷൻ സി ആണോ മിസ്സേ? ഓപ്ഷൻ സി. ബാങ്കിങ് ആൻഡ് നോൺ ബാങ്കിങ് ഇൻസ്റ്റിറ്റ്യൂഷൻസ്. ഓക്കെ, ക്ലിയർ ആയോ? ക്ലിയർ ആണ് മിസ്സേ. ഓക്കെ, സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നിങ്ങൾ പോർട്ട്ഫോളിയോ പഠിക്കുന്നത് അതിലെ ഓരോ റിസ്ക്കും അതിനുള്ള എക്സാമ്പിൾസ് സഹിതം പഠിച്ചു വെക്കുക കേട്ടോ. അപ്പോൾ അത് ക്ലിയർ ആണെന്നുണ്ടെങ്കിൽ 13th ക്വസ്റ്റ്യന്റെ ആൻസർ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും. എന്താടാ? നന്നായിട്ട് വായിച്ചിട്ട് മാത്രം ആൻസർ ചെയ്യ്. ഓപ്ഷൻ ബി ആയിരിക്കും. ബി ആണോ മിസ്സേ? ഓപ്ഷൻ ഡി ഇൻഫ്ലേഷൻ റിസ്ക് ആണ്. ഇൻഫ്ലേഷൻ റിസ്ക് ആണ്. ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ വരുന്നത്. ദ റിസ്ക് ഈസ് ദാറ്റ് റിയൽ റിട്ടേൺ ഓൺ സെക്യൂരിറ്റി ലെസ് ദാൻ ദ നോമിനൽ റിട്ടേൺ. അത് ഇൻഫ്ലേഷൻ റിസ്ക് ആണ് വരുന്നത്. ക്ലിയർ ആയോ? മിസ് മറ്റു റിസ്ക് കൂടെ ജസ്റ്റ് ഒന്ന് പറയുവോ? അയ്യോ, നിങ്ങൾക്കത് പോർട്ട്ഫോളിയോക്ക് അത് പഠിക്കാനില്ലേ? ഹലോ, മാർക്കറ്റ് റിസ്ക് എല്ലാം തന്നെ
അല്ല റിസ്ക് ഉണ്ട്, ജസ്റ്റ് ഒന്ന് ഓടിച്ചൊന്ന് പറയുവാണെങ്കിൽ ഇത് മനസ്സിൽ നിൽക്കും, അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചോദിച്ചെന്ന്. ഓക്കെ പറഞ്ഞുതരാമേ. അപ്പൊ മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത് ഓവറോൾ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന നഷ്ടമാണ് മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ഇൻഡിവിജ്വൽ ആയിക്കോട്ടെ, എൻറ്റിറ്റി ആയിക്കോട്ടെ, എല്ലാവരും പലതരത്തിലുള്ള ഫാക്ടേഴ്സ് ഉണ്ടല്ലോ. അതായത് ഫിനാൻഷ്യൽ മാർക്കറ്റിൽ ഉണ്ടാകുന്ന പല ഫാക്ടേഴ്സ് മൂലം ഉണ്ടാകുന്ന ആ ഒരു നഷ്ടത്തെ ഫേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മാർക്കറ്റ് റിസ്ക് എന്ന് പറയുന്നത്. ഓക്കെ, ഇതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ജസ്റ്റ് ആ ക്ലാസ്സുകൾ ഒന്ന് കണ്ടു കഴിഞ്ഞാൽ ഓക്കെ ആക്കും. കറൻസി റിസ്ക് എന്ന് പറയുന്നത് എന്താണ്? എക്സ്ചേഞ്ച് റേറ്റുമായി ബന്ധപ്പെട്ടുണ്ടാകുന്ന റിസ്ക് ആണ് കറൻസി റിസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് അൺപ്രഡിക്റ്റബിൾ ആയിട്ട് കറൻസിയുടെ വാല്യൂ ചേഞ്ചിൽ ഉണ്ടാകുന്ന റിസ്ക് ആണ്. ഇതും കമ്പനി അതേപോലെ തന്നെ ഇൻഡിവിജ്വൽസ് ഈ കറൻസി റിസ്ക് എന്ത് ചെയ്യേണ്ടതായിട്ട് വരും? ഫേസ് ചെയ്യേണ്ടതായിട്ട് വരും. മനസ്സിലായോ? അതായത് എക്സ്ചേഞ്ച് റേറ്റിൽ ഉണ്ടാകുന്ന ഫ്ലക്ച്വേഷൻസ് ഇൻഡിവിജ്വലിനെയും അതേപോലെ തന്നെ കമ്പനിയും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. എക്സ്ചേഞ്ച് റേറ്റ് എന്ന് പറയുമ്പോൾ പ്രധാനമായിട്ടും വരുന്നത് കറൻസി എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ. ക്ലിയർ ആയോ? ഓക്കെ, ഇനി അടുത്ത ഇൻട്രസ്റ്റ് റേറ്റ് റിസ്ക് ആണ്. അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന വ്യതിയാനം മൂലം ഒരാൾക്കുണ്ടാകുന്ന നഷ്ടമാണ് ഇൻട്രസ്റ്റ് റിസ്ക് എന്ന് പറയുന്നത്. അതായത് ഇൻട്രസ്റ്റ് റേറ്റിൽ ഉണ്ടാകുന്ന വ്യത്യാസം ഒരു ഇൻഡിവിജ്വലിന്റെ ഏർണിങ്സിനെ അഫക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ ആ റിസ്കിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് റിസ്ക് എന്ന് പറയുന്നത്. പ്രധാനമായിട്ടും ഇൻട്രസ്റ്റ് റിസ്ക് എന്തിനൊക്കെ ആയിരിക്കും വരുന്നത്? എങ്ങനെയുള്ള ഇൻവെസ്റ്റ്മെന്റിലായിരിക്കും വരുന്നത്? ഇൻട്രസ്റ്റ് കിട്ടുന്ന ഇൻവെസ്റ്റ്മെന്റുകൾ ഏതൊക്കെയാണ്? സിമ്പിൾ ആയിട്ട് പറയുവാണെങ്കിൽ ബോണ്ട്, അതേപോലെ തന്നെ ഫിക്സഡ് ഇൻകം അസറ്റിന്റെ ഒക്കെ ഉണ്ടാകും. ഡിബെഞ്ചർ ഒക്കെയാണ് എന്തെന്ന് പറയുന്നത്? ഇൻട്രസ്റ്റ് റിസ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഓക്കെ, താങ്ക് യു. ഇൻഫ്ലേഷൻ റിസ്കും കൂടി ഒന്ന് പറഞ്ഞു നിർത്താം. ഇൻഫ്ലേഷൻ റിസ്കിന്റെ മറ്റൊരു പേര്, ഈ ഒരു പേര് പഠിച്ചിരുന്ന നമ്മൾ ഇൻഫ്ലേഷൻ അക്കൗണ്ടിങ് പഠിച്ചൊരു കാര്യം ഓർത്തിരിക്കും. ഇൻഫ്ലേഷൻ റിസ്കിന്റെ മറ്റൊരു പേരെന്ന് പറയുന്നത് പർച്ചേസിംഗ് പവർ റിസ്ക് എന്നാണ്. അത് നോട്ട് ചെയ്ത് പോവുക. നിങ്ങൾ ഓൾറെഡി പഠിച്ച കാര്യങ്ങളായിരിക്കും, എങ്കിലും നോട്ട് ചെയ്ത് പോവുക. ഇൻഫ്ലേഷൻ റിസ്ക് എന്ന് പറയുന്നത് പർച്ചേസിംഗ് പവർ റിസ്ക് ആണ്. ഇവിടെ പ്രധാനമായിട്ട് നമ്മളൊരു ഇൻവെസ്റ്റ്മെന്റ് അല്ലെങ്കിൽ അസറ്റ്, അതിന്റെ റിയൽ വാല്യൂ എന്ത് ചെയ്യുന്നുണ്ട്? പ്രൈസ് റൈസ് മൂലം ഡിക്രീസ് ചെയ്യുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ ഇൻഫ്ലേഷൻ റിസ്ക് എന്ന് പറയുന്നത്. അതായത് ഒരു ഇൻഫ്ലേഷൻ ടൈമിൽ അസറ്റിന്റെ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെന്റിന്റെ വാല്യൂ കുറയുന്നതാണ് ഇൻഫ്ലേഷൻ റിസ്ക് എന്ന് പറയുന്നത്. അതിന്റെ മറ്റൊരു പേരാണ് പർച്ചേസിംഗ് പവർ റിസ്ക്. ക്ലിയർ ആയോ? അപ്പൊ ഇത് റിസ്ക് എല്ലാം നോക്കി വെക്കണം കേട്ടോ. സിസ്റ്റമാറ്റിക്, അൺസിസ്റ്റമാറ്റിക് എന്താണ്, പിന്നെ ആ ഒരു ചില പ്രോബ്ലംസും ഈ ഒരു പോർട്ട്ഫോളിയോയ്ക്കകത്ത് ചോദിക്കാറുണ്ട്. ഇതിന് മുമ്പൊന്നും അങ്ങനെ ചോദിച്ചിട്ടില്ല, നെറ്റിനൊക്കെ കയറി ചോദിക്കാറുണ്ട് പ്രോബ്ലംസ്. നിങ്ങൾ പ്രോബ്ലംസ് ഒക്കെ നോക്കിയോ? പ്രോബ്ലംസ് ലൈവിൽ ചെയ്യിപ്പിച്ചായിരുന്നു മിസ്സേ. ഓക്കെ. അപ്പൊ അത്രയും മതി. പ്രോബ്ലംസ് അധികം വരാറില്ല. ഇങ്ങനെയുള്ള റിസ്ക് എന്താണ്, പിന്നെ തിയറികളുണ്ടല്ലോ, മർക്കോവിറ്റ്സിന്റെ ഒക്കെ തിയറികള്, പിന്നെ എഫിഷ്യന്റ് മാർക്കറ്റ് ഹൈപ്പോത്തിസിസ്, പിന്നെ അല്ലാണ്ട് വേറെ ഷാർപ്പിന്റെ സിംഗിൾ ഇൻഡെക്സ്, പിന്നെ ഫാമേഴ്സ് ഫ്രഞ്ച് മോഡല്, ജെൻസൻസ് ഇൻഡെക്സ്, ട്രെയിനർ, പിന്നെ ഒരു ലൈനോ ഗ്രാഫ് അങ്ങനെ ഒരു സംഭവം കൂടി ഇല്ലേ? ക്യാപിറ്റൽ മാർക്കറ്റ് ലൈൻ, സെക്യൂരിറ്റി മാർക്കറ്റ് ലൈനും. അത് ക്യാപ്പ് മോഡലിന്റെ അത് വരുന്നത്, CML SML. അതിനകത്തും അസംഷൻസ് വരാറില്ലേ? ഉണ്ട്. എല്ലാത്തിലും അസംഷൻസ് എല്ലാം നോട്ട് ചെയ്ത് പോകണം, എല്ലാത്തിന്റെ അസംഷൻസ്. അതിന് വേണ്ടിയിട്ട് പ്രത്യേക ഒരു ബുക്ക് എടുത്തിട്ട് അത് എഴുതി പഠിച്ചാലും നിങ്ങൾക്ക് അത്യാവശ്യം ഒരു 4-5 മാർക്കെങ്കിലും സ്കോർ ചെയ്യാം. ഈ തിയറി എല്ലാം എഴുതിയിട്ട് അതിനകത്ത് അസംഷൻസ് എല്ലാം പഠിച്ചു പോവുക. ഓക്കെ, അപ്പോൾ അത്രയാണ് ഈ ഒരു പോർഷനകത്ത് വന്നിട്ടുള്ളത്. അപ്പോൾ പോർട്ട്ഫോളിയോയും ഇതും ഒരേപോലെ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റുന്ന പോർഷൻസ് ആണ് കേട്ടോ. കാര്യങ്ങൾ നിങ്ങൾക്ക് അടുത്തടുത്ത് വരാം. അപ്പൊ എന്തായാലും ഈ ഒരു മൊഡ്യൂൾ പഠിച്ചു കഴിഞ്ഞിട്ട് പോർട്ട്ഫോളിയോ പഠിക്കുന്നതുകൊണ്ട് ഉപകാരമാണ് നിങ്ങൾക്ക്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. 14th ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് സ്മൂത്തനിങ് ഓഫ് ഷോർട്ട് ടേം ലിക്വിഡിറ്റി ഇംബാലൻസ് ഡെവലപ്പിംഗ് ആൻഡ് ആക്റ്റീവ് മണി മാർക്കറ്റ് ആൻഡ് ഇന്റഗ്രേറ്റിംഗ് വേരിയസ് സെഗ്മെന്റ് ഓഫ് മണി മാർക്കറ്റ് ഇൻ ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ്. വായിച്ചു നോക്കി. ഓപ്ഷൻ ബി ആണ്. ബി ആണ്. DFSHI.
അതെ, ഓപ്ഷൻ ബി DFHI എന്ന് പറയുമ്പോൾ ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ. ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ. ഡിസ്കൗണ്ട് ആൻഡ് ഫിനാൻസ് ഹൗസ് ഓഫ് ഇന്ത്യ അത് എസ്റ്റാബ്ലിഷ് ചെയ്ത ഇയർ 1988. 88. ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, മാച്ച് ദ ഫോളോവിങ് നോക്കിക്കേ. ഈ ഒരു മാച്ച് ദ ഫോളോവിങ് ഞാൻ അതാ പറഞ്ഞത്, നിങ്ങൾ ഓരോന്നിന്റെയും ഇയർ പഠിക്കണം. ഇതെല്ലാം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. CCI ആക്ട് എന്നാണ്? ഓപ്ഷൻ ബി ആണോ മിസ് ആൻസർ? ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. നോക്കിക്കേ, അതിനകത്ത് ശ്രദ്ധിക്കേണ്ടത് സെക്യൂരിറ്റി കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് 1956. ഓക്കെ. അപ്പൊ ആദ്യം തൊട്ട് നോക്കിക്കേ, CCI ആക്ട് നമ്മൾ പഠിച്ച ഒരു പോയിന്റ് ആണ്. CCI എല്ലാം മൊത്തവും പഠിച്ചിട്ടുള്ളതാണ്, എല്ലാം നമ്മൾ നോട്ടിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുള്ളതാണ്. അപ്പം CCI ആക്ട് റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട് എക്സാമിന് കയറിയിട്ട്. അപ്പൊ CCI ആക്ട് എന്ന് പറയുമ്പോൾ 1947 കറക്റ്റ് ആയിട്ട് വരുന്നത്. CCI ആക്ടിന് കറക്റ്റ് ആയിട്ട് വരുന്നത്. ആൻഡ് ഫോറിൻ എക്സ്ചേഞ്ച് റെഗുലേഷൻ ആക്ട്, ഫെറ ആക്ട് ഒക്കെ പഠിക്കണം കേട്ടോ. ഫെറ ആക്ട് എന്നാ 1947. ഇന്റർനാഷണൽ ബിസിനസ്സിനകത്ത് 1973 ഫെറ. 73-ലല്ലേ? 73. ഓക്കെ. അടുത്തത് സെക്യൂരിറ്റീസ് കോൺട്രാക്ട് റെഗുലേഷൻ ആക്ട് എന്ന് പറയുന്നത് 1956, സെബി ആക്ട് 1992. അപ്പോ ഇത് ഈസി ആയിട്ട് കിട്ടും. ബാക്കി ഒരു ആക്ടും പഠിച്ചില്ല, സെബി ആക്ട് പഠിച്ച ഒരാൾക്ക് വളരെ എളുപ്പം കിട്ടും. സെബി ആക്ട് 1992. നിങ്ങൾക്ക് ഫെമ ഒക്കെ ഇന്റർനാഷണൽ ബിസിനസ്സിലല്ലേ വരുന്നത്? ഡിഫറൻസ് ഒക്കെ പറഞ്ഞിട്ടുണ്ട്. ഓക്കെ. അപ്പൊ അത് ആ ഒരു പോയിന്റിൽ പഠിച്ചാൽ മതി. അടുത്ത നോക്കിക്കേ, റേസിംഗ് ഓഫ് ഫിനാൻസ് വിത്ത് ദ ഹെൽപ്പ് ഓഫ് കൺസോർട്ടിയം ഓഫ് ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോപ്പർലി നോൺ ആസ് ക്രെഡിറ്റ് സിൻഡിക്കേഷൻ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ക്രെഡിറ്റ് സിൻഡിക്കേഷൻ ആണ് കേട്ടോ. പറഞ്ഞുതരാം ക്രെഡിറ്റ് സിൻഡിക്കേഷൻ എന്താണെന്നുള്ളത്. ക്രെഡിറ്റ് സിൻഡിക്കേഷൻ ഞാൻ ഓൾറെഡി പറഞ്ഞു തന്നില്ലായിരുന്നോ? നമ്മുടെ ഫണ്ട് ബേസ്ഡ് ഫീ ബേസ്ഡ് പറഞ്ഞിട്ടില്ലായിരുന്നോ? ആ ക്ലാസ് നിങ്ങൾ കണ്ടായിരുന്നോ? ക്രെഡിറ്റ് സിൻഡിക്കേഷൻ എന്താണെന്നുള്ളത് ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. കൺസോർട്ടിയം ഓഫ് ബാങ്ക് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ കറക്റ്റ് ഈ ഒരു പോയിന്റ് പറഞ്ഞിട്ടുണ്ട്. കണ്ടായിരുന്നോ? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കാം മിസ്സേ. ക്രെഡിറ്റ് സിൻഡിക്കേഷൻ അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. ക്രെഡിറ്റ് സിൻഡിക്കേഷൻ എന്ന് പറയുന്നത് മറ്റൊന്നുമല്ല, ഇപ്പം ഒന്നിലധികം ഇപ്പൊ ഒരു ബോറോവറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വലിയ എമൗണ്ട് ഓഫ് ആവശ്യമായിട്ട് വരുന്ന ഒരു സാഹചര്യത്തിൽ, ഒരു സിംഗിൾ ലെൻഡേഴ്സിന് ഒരുപാട് വലിയ തുക ആവശ്യമായി വരുന്ന സാഹചര്യത്തിൽ എന്ത് ചെയ്യും? മൾട്ടിപ്പിൾ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എല്ലാം കൂടി ചേർന്നുകൊണ്ട് ആ തുക സ്വരൂപിച്ച് ആ ഒരു സിംഗിൾ ബോറോവറിന് കൊടുക്കുന്നതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് സിൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ഈ കൺസോർട്ടിയം ഓഫ് ബാങ്കിങ് എന്നുള്ള ഒരു ടേം തന്നെ അതിനകത്ത് പറയുന്നുണ്ട് കറക്റ്റ് ആയിട്ട്. അതായത് കൺസോർട്ടിയം ഓഫ് ബാങ്ക് എന്ന് പറയുന്നത് ബാങ്കുകളെല്ലാം കൂടി ചേർന്ന് കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്ന ആ ഒരു ടേമിനെയാണ് നമ്മൾ കൺസോർട്ടിയം ഓഫ് ബാങ്ക് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആയി മിസ്. ഇപ്പൊ ഓർമ്മ കിട്ടുന്നുണ്ട് മിസ് പറഞ്ഞത്. ഒരു ലാർജ് പ്രോജക്റ്റിന് വേണ്ടിയിട്ട് സിംഗിൾ ബാങ്കിനെ കൊണ്ട് ഹാൻഡിൽ ചെയ്യാൻ പറ്റാത്ത സാഹചര്യങ്ങളിൽ എല്ലാ ബാങ്കുകളും കൂടി കൊളാബറേറ്റ് ചെയ്തുകൊണ്ട് ഒരു ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് ഒരു സിംഗിൾ ബോറോവറിനായിരിക്കും പ്രൊവൈഡ് ചെയ്യുന്നത്. ഇതിനെയാണ് നമ്മൾ ക്രെഡിറ്റ് സിൻഡിക്കേഷൻ എന്ന് പറയുന്നത്. ആ ക്രെഡിറ്റ് സിൻഡിക്കേഷന്റെ നോട്ടിനകത്ത് കൺസോർട്ടിയം ഓഫ് ബാങ്ക് എന്നുള്ളൊരു ടേം വളരെ വിശദമായിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്ന കൂടിയുണ്ട്. ഓക്കെ. അടുത്ത നിങ്ങൾ നോക്കിയാൽ മതി കേട്ടോ. ക്ലാസ്സുകൾ ആ ഒരു ക്ലാസ് ഓടിച്ചിട്ട് അല്ലെങ്കിൽ നോട്ടൊന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കണ്ടാലും മനസ്സിലാവും. അടുത്തതാണ്, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ലോഞ്ച്ഡ് ഇൻ ഇന്ത്യ? ബി. ഓപ്ഷൻ ബി ആണ് യൂണിറ്റ് സ്കീം ഓഫ്. ഓപ്ഷൻ ബി 64. സ്കീം 64 ഓഫ് UTI ആണ് എന്താണ് ഫസ്റ്റ് മ്യൂച്വൽ ഫണ്ട് ഇന്ത്യയിൽ ലോഞ്ച് ചെയ്തിട്ടുള്ളത്. മ്യൂച്വൽ ഫണ്ട് റെഗുലർ ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ആണേ.
ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇതും ഞാൻ ആ ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്. നോൺ റിസോഴ്സ് പർച്ചേസ് ബൈ എ ബാങ്കർ ഓർ എനി അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ഓഫ് റിസീവബിൾ അസിസ്റ്റിംഗ് ഫ്രം എക്സ്പോർട്ട് ഓഫ് ഗുഡ്സ് ഓർ സർവീസ് ഈസ് നോൺ ആസ്. എടാ ഈ ഒരു ക്വസ്റ്റ്യൻ ഈ ഒരു ക്വസ്റ്റ്യനെ ക്യാൻസൽ ചെയ്തിട്ടുണ്ട്. കാരണം അതിനകത്ത് ഈ ഫോർഫെയ്റ്റിങ്ങും ഫാക്ടറിങ്ങും ഒക്കെ തന്നെ ആൻസർ അല്ല, ഇൻവോയ്സ് ഡിസ്കൗണ്ടിങ്ങും ആൻസർ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ ഈ ഒരു ക്വസ്റ്റ്യൻ വേണ്ട കേട്ടോ, അത് ക്യാൻസൽ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. മാച്ച് ദ ഫോളോവിങ് ആണ് ചോദിച്ചിട്ടുള്ളത്. ഇത് നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെ. ആങ്കറിംഗ് എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ ഫസ്റ്റ് പീസ് ഓഫ് ഇൻഫർമേഷനെ ഡിപ്പെൻഡ് ചെയ്തെടുക്കുന്നതാണ് ആങ്കറിംഗ്. ഡിപെൻഡ് ചെയ്യുന്നതാണ് ആങ്കറിംഗ് എന്ന് പറയുന്നത്. ഹേർഡിംഗ് എന്ന് പറയുന്നതോ ഫോളോ ഫോളോ ചെയ്യുന്നതാണല്ലേ. അപ്പോ ഇത് വെച്ചിട്ട് നിങ്ങളൊന്ന് ആൻസർ ചെയ്തേ. ഓപ്ഷൻ എ. രണ്ടിന് സി ആണ്. സോ ഓപ്ഷൻ എ ആണ് മിസ്സേ. ഓപ്ഷൻ എ. ഓപ്ഷൻ എ അല്ലേ? 4D ആണ്. ഡിസിഷൻ മേക്കിംഗ് ബേസ്ഡ് ഓൺ ആങ്സൈറ്റി എക്സൈറ്റ്മെന്റ്. അപ്പൊ അത് ശരിയാണ്. അതാണ് വരുന്നത്. ആൻഡ് സെൽഫ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത് എന്താണ്? ടെൻഡൻസി ടു മേക്ക് ചോയ്സ് ബേസ്ഡ് ഓൺ ദ ഓവർ, അതായത് നമ്മുടെ ഓവർ കോൺഫിഡൻസിന്റെ അടിസ്ഥാനത്തിൽ നമ്മളുടെ പോസിറ്റീവായ കാര്യങ്ങൾ മാത്രം അക്സെപ്റ്റ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഓൺ നോളജിന്റെയും ഓവർ കോൺഫിഡൻസിന്റെയും അടിസ്ഥാനത്തിലാണെങ്കിൽ അതാണ് സെൽഫ് ആട്രിബ്യൂഷൻ എന്ന് പറയുന്നത്. അപ്പോ അതില് ഓപ്ഷൻ എ ആണ് കറക്റ്റ് ആയിട്ട് വന്നിട്ടുള്ളത്. അടുത്തൊരു ടേം നോക്കിക്കേ. ദ എക്കണോമിക് കണ്ടീഷൻ ഇൻ വിച്ച് ഗവൺമെന്റ് റെഗുലേറ്ററി ആൻഡ് ഡിസ്ക്രിഷണറി പോളിസീസ് ഡിസോർട്ട് ഫിനാൻഷ്യൽ പ്രൈസസ് ഓർ ഇൻട്രസ്റ്റ് റേറ്റ്, ഡിസ്കറേജ് സേവിംഗ്, റെഡ്യൂസ് ഇൻവെസ്റ്റ്മെന്റ് ആൻഡ് മിസ്അലോക്കേറ്റ് ഫിനാൻഷ്യൽ റിസോഴ്സ് ഈസ് പോപ്പുലർലി നോൺ ആസ്. ഇത് ഈസി ആയിട്ട് കണ്ടെത്താൻ പറ്റും. ഏതാണ്? ഈസി ആയിട്ട് കണ്ടെത്താം. ഒന്ന് നന്നായിട്ടൊന്ന് വായിച്ച് ഉറപ്പായിട്ടും കണ്ടെത്താൻ പറ്റും. ഡി ആണോ? ഒന്ന് പറഞ്ഞേ. ഡി അല്ല 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 ഫിനാൻഷ്യൽ റിപ്രഷൻ. ഫിനാൻഷ്യൽ റിപ്രഷൻ ആണ് വരുന്നത്. ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. ഫിനാൻഷ്യൽ റിപ്രഷൻ ആണ്. അതായത് സി ആണ്. ഗവൺമെന്റ് ഇന്റൻഷനലി ചെയ്യുന്ന കാര്യങ്ങളാണ്. അതായത് സേവിങ്സിനെ കുറയ്ക്കുക, ഇൻട്രസ്റ്റ് റേറ്റില് വ്യതിയാനം, അതായത് ഡിസ്ക്രിഷണറി പോളിസികൾ നടപ്പിലാക്കുക, ഇൻവെസ്റ്റ്മെന്റ് റെഡ്യൂസ് ചെയ്യുക, അതേപോലെ തന്നെ ഫിനാൻഷ്യൽ റിസോഴ്സുകളെ മിസ്അലോക്കേറ്റ് ചെയ്യുക. ഇതെല്ലാം ഇന്റൻഷനലി ചെയ്യുന്നതിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റിപ്രഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് അടുത്ത ടേമുകളൂടി നമുക്ക് ജസ്റ്റ് നോക്കാം. എന്തായിരിക്കും ഫിനാൻഷ്യൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്? എന്തായിരിക്കും ഫിനാൻഷ്യൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്? നമ്മുടെ ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഒരു ഫിനാൻഷ്യൽ റെവല്യൂഷൻ നടന്നത് എപ്പോഴായിരിക്കാം? ഫിനാൻഷ്യൽ റെവല്യൂഷൻ ഇന്ത്യയെ സംബന്ധിച്ച് റെവല്യൂഷൻ എന്ന് പറയുന്നത് LPG ഒക്കെ വന്ന സമയത്താണ് അല്ലെ? ഫിനാൻഷ്യൽ റെവല്യൂഷൻ എന്ന് പറയുന്നത് ഒരു സിഗ്നിഫിക്കന്റ് ആയിട്ടുള്ള രീതിയിൽ നമ്മുടെ രാജ്യത്തെ എൻ്റയർ ഫിനാൻഷ്യൽ സിസ്റ്റം ട്രാൻസ്ഫോം ചെയ്യുന്ന ആ ഒരു പീരീഡിനെയാണ് നമ്മൾ ഫിനാൻഷ്യൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അതിൽ പുതുതായിട്ടൊരു ഫിനാൻഷ്യൽ ഇൻസ്ട്രുമെന്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതോ, അല്ലെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് സ്റ്റാർട്ട് ചെയ്യുന്നതോ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രാക്ടീസുകൾ എക്കണോമിക് ഫംഗ്ഷൻസിനനുസരിച്ച് ഡ്രാമാറ്റിക്കലി ചേഞ്ച് ചെയ്യുമ്പോഴാണ് അതിനെ നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അത് നമ്മുടെ രാജ്യത്തിന്റെ ഓവറോൾ ഡെപ്റ്റ്, സ്റ്റോക്ക് മാർക്കറ്റ്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, സെൻട്രൽ ബാങ്ക്, ഇതിലെല്ലാം പുതുതായിട്ട് എന്തെങ്കിലും മാറ്റങ്ങൾ വരുമ്പോൾ അതിനെ നമ്മൾ എന്തെന്ന് പറയും? ഫിനാൻഷ്യൽ റെവല്യൂഷൻ എന്ന് പറയും. ഇപ്പൊ LPG വന്നപ്പോൾ നമ്മുടെ രാജ്യത്തുണ്ടായ മാറ്റം, അതേപോലെ തന്നെ അതിലെ ഏറ്റവും നമുക്ക് ബെസ്റ്റ് എക്സാമ്പിൾ പറയാൻ പറ്റും. നിങ്ങളൊന്ന് ഓർത്ത് നോക്കിക്കേ. ഫിനാൻഷ്യൽ റെവല്യൂഷൻ എന്ന് പറയുമ്പോൾ നമ്മൾ ഈ 500ന്റെ 1000ന്റെ ഒക്കെ നോട്ട് ക്യാൻസൽ ചെയ്തത്, നോട്ട് നിരോധിച്ചപ്പോഴൊക്കെ എന്ത് ചെയ്തു? ഡ്രാമാറ്റിക്കലി ആണ് ആ ഒരു ചേഞ്ച് ഉണ്ടായത് അല്ലെ? അപ്പൊ അതിനെയൊക്കെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? ഫിനാൻഷ്യൽ റെപ്രഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അല്ല സോറി, ഫിനാൻഷ്യൽ റെവല്യൂഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? യെസ് മിസ്. ഇനി നമുക്ക് ഡിസ്റ്റന്റ് മീഡിയേഷൻ എന്താണെന്ന് കൂടി നോക്കാം.
ഓക്കെ. അപ്പോ ഡിസ്റ്റന്റ് മീഡിയേഷൻ എന്ന് പറയുന്നത് ആ ഒരു മീഡിയേറ്റർ എന്നുള്ളൊരു ടേം ആണ് ആദ്യമേ ഓർത്തിരിക്കേണ്ടത്. അതായത് നമ്മൾക്ക് പലതരത്തിലുള്ള ഇന്റർമീഡിയറീസ് ഉണ്ടല്ലോ. ഈ ഇന്റർമീഡിയറീസിനെ ഒഴിവാക്കിക്കൊണ്ട് ഡയറക്റ്റ് ആയിട്ട് സെയിൽസ് കസ്റ്റമേഴ്സിന് ഈ പറയുന്ന തരത്തിൽ സ്റ്റോക്ക് ആണെന്നുണ്ടെങ്കിൽ സ്റ്റോക്ക് ഒക്കെ ഡയറക്റ്റ് ആയിട്ട് വിൽക്കുന്നതിനെയാണ് നമ്മൾ ഡിസ് ഇന്റർമീഡിയേഷൻ എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? മീഡിയറീസിനെ എന്ത് ചെയ്യുക? ഒഴിവാക്കുക എന്നുള്ളതാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണ് മിസ്സേ. ഇനി അടുത്തത് നമുക്ക് ഡൈവേഴ്സിഫിക്കേഷൻ ആണ്. അപ്പൊ ഡൈവേഴ്സിഫിക്കേഷൻ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ പല പല സെക്യൂരിറ്റീസ് പല പോർട്ട്ഫോളിയോയില് അപ്പൊ റിസ്ക് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇൻവെസ്റ്റ്മെന്റിനെ പലതരത്തിൽ സ്പ്രെഡ് ചെയ്യുന്നതിനെയാണ് ഡൈവേഴ്സിഫിക്കേഷൻ എന്നുള്ളൊരു ടേം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ നിങ്ങൾക്ക് കുറെയൊക്കെ ഫെമിലിയർ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. ഓക്കെ, ഇനി നമുക്ക് നമ്മുടെ സ്വന്തം എൻവിറ്റിയുടെ ക്വസ്റ്റ്യൻസിലേക്ക് വരാം. നോക്കിക്കേ. all of the above. ഓൾ ഓഫ് ദീസ് എബോവ് ആണ് വരുന്നത്. ഗവൺമെന്റ് ആണ്. സെൻട്രൽ ബാങ്ക് അല്ലേ മിസ്റ്റേ വരുന്നത്? ഗവൺമെന്റ് അല്ലേ? ഗവൺമെന്റിന് വേണ്ടിയിട്ട് ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കൊമേഴ്സ്യൽ ബാങ്കിന്റെ ഇതിന് അപ്പൊ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ട്രഷറി ബില്ല് സോൾഡ് ചെയ്യുന്നത് ആരാണ്? സെൻട്രൽ ബാങ്ക് ആണ്. സെൻട്രൽ ബാങ്ക് ആണ്. അത് ഓർത്തിരിക്കണം, സെൻട്രൽ ബാങ്ക് ആണ് സോൾഡ് ചെയ്യുന്നത്. ഗവൺമെന്റ് ഓഫ് ഇന്ത്യക്ക് പകരമായിട്ട് ഈ കാര്യങ്ങളെല്ലാം നടപ്പിലാക്കുന്നത് സെൻട്രൽ ബാങ്ക് ആണ്. ക്ലിയർ ആണോ? അപ്പൊ ഇവിടെ ആൻസർ സെൻട്രൽ ബാങ്ക് ആണ്. ആൻസർ സെൻട്രൽ ബാങ്ക് എഴുതണം. ക്ലിയർ ആയോ? സ്വെറ്റ് ടിക്കറ്റ്. അടുത്ത ആൻസർ വരുന്നത് എന്താണ്? സ്വെറ്റ് ടിക്കറ്റ്. ക്ലിയർ ആയോ? സർട്ടിഫിക്കറ്റ് എന്താണെന്ന് ക്ലിയർ ആയോ? അറിയാം മിസ്സേ. ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യേണ്ട കാര്യമില്ലല്ലോ. വേണ്ട. കോഷി സ്പെക്കുലേറ്റർ ആരാണ്? ടാഗ്. അപ്പൊ നമുക്ക് സ്പെക്കുലേറ്റേഴ്സിന്റെ ചെറിയൊരു സെക്ഷൻ കൂടി ഒന്ന് നോക്കിയിട്ട് പോകാവേ. കാരണം സ്പെക്കുലേറ്റേഴ്സിന്റെ ക്ലാസ് എനിക്ക് ഡീറ്റെയിലായിട്ട് ഇടാൻ പറ്റില്ല. അപ്പൊ നോക്കി, സ്പെക്കുലേറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി ഫ്യൂച്ചറിൽ ലാഭമുണ്ടാകും, നഷ്ടമുണ്ടാകും, അല്ലെങ്കിൽ പ്രൈസ് ഫ്ലക്ച്വേഷന്റെ ഭാഗമായിട്ട് എന്ത് ചെയ്യുന്നു? ഓരോ എക്സ്പെക്ടേഷന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുന്നു? ഹൈ റിസ്ക് ആയിട്ടുള്ള ഹൈ റിവാർഡ് ഇൻവെസ്റ്റ്മെന്റിൽ ക്വിക്ക് ഗെയിൻസിന് വേണ്ടിയിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന രീതിയാണ് സ്പെക്കുലേഷൻ എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ ട്രഡീഷണൽ ഇൻവെസ്റ്റ്മെന്റിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവർ പ്രധാനമായിട്ടും ഫോക്കസ് ചെയ്യുന്ന എന്തിനു വേണ്ടിയിട്ടാണ്? ലോങ് ടേം വാല്യൂ അപ്രീസിയേഷൻ അല്ല, ഷോർട്ട് ടേം ഗെയിൻ ഉണ്ടാക്കാനാണ്. പ്രധാനമായിട്ടും മാർക്കറ്റ് വോളാറ്റിലിറ്റിയുടെ അടിസ്ഥാനത്തിൽ ഒരു പ്രോഫിറ്റ് ഏൺ ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ പലതരത്തിലുള്ള സ്പെക്കുലേറ്റീവ് ട്രാൻസാക്ഷൻസ് ഉണ്ട്. അത് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് പോകണം. ഞാൻ നോട്ട് അയക്കെങ്കിലും നിങ്ങൾ ശ്രദ്ധിച്ച് കേട്ടാൽ നിങ്ങൾക്ക് വായിക്കുമ്പോൾ പെട്ടെന്ന് ഓർത്തിരിക്കാൻ പറ്റും. ഓപ്ഷൻ ട്രേഡിംഗ് ആണ്. ഓപ്ഷൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഒരു റൈറ്റ് ആണ്, ഒബ്ലിഗേഷൻ അല്ല. അതായത് സെക്യൂരിറ്റി വാങ്ങാം വിൽക്കാം എന്നുള്ളൊരു റൈറ്റ് ആണ്. പക്ഷെ അത് നിർബന്ധമായി ചെയ്യണം എന്നുള്ളൊരു കാര്യമില്ല. പക്ഷെ ഒരു ഫിക്സഡ് പ്രൈസിന് വിത്തിൻ ദ ടൈമിൽ എന്ത് ചെയ്യണം? സെക്യൂരിറ്റീസ് വാങ്ങാം വിൽക്കാം എന്നുള്ളതാണ് ഓപ്ഷൻ ട്രേഡിംഗ്. കാൾ പുട്ട് ഇത് രണ്ടും കൂടി ചേർന്ന് വരുന്നതൊക്കെ തന്നെ ഓപ്ഷൻ ട്രേഡിങ്ങിന് എക്സാമ്പിൾ ആണ്. പിന്നെ വന്നിട്ടുള്ള ഒന്നാണ് മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത് എന്താണ്? ലോസ് കൂട്ടുക എന്നുള്ള രീതിയിലാണ് മാർജിൻ ട്രേഡിംഗ് നടത്തുന്നത്. ബോറോയിങ് ഫ്രം ബ്രോക്കർ ടു ബൈ സെക്യൂരിറ്റീസ്. അതായത് ഒന്നുകിൽ ബ്രോക്കറിന്റെ കയ്യിൽ നിന്ന് കേൾക്കാൻ പറ്റുന്നുണ്ടോ? വാങ്ങിക്കൊണ്ട് അതിൽ നിന്നും ലാഭം ഉണ്ടാക്കുക എന്നുള്ളതാണ് മാർജിൻ ട്രേഡിംഗ് എന്ന് പറയുന്നത്. അടുത്തത് ബ്ലാങ്ക് ട്രാൻസ്ഫർ ആണ്. ബ്ലാങ്ക് ട്രാൻസ്ഫർ എന്ന് പറയുന്നത് അതായത് ട്രാൻസ്ഫറിങ് സെക്യൂരിറ്റീസ് വിത്തൗട്ട് നെയിമിംഗ് ദ ന്യൂ ഓണർ, allowing multiple transfer before the final registration. അതായത് ഇവിടെ സെക്യൂരിറ്റീസ് ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്, പക്ഷെ പുതിയ ഓണറിന്റെ പേര് അവിടെ സൂചിപ്പിക്കുന്നില്ല. ഒന്നിലധികം ട്രാൻസാക്ഷൻസിന്, അതായത് ഫൈനൽ രജിസ്ട്രേഷൻ മുമ്പ് ഒന്നിലധികം തവണ ഈ സെക്യൂരിറ്റീസ് എന്ത് ചെയ്യപ്പെടുന്നുണ്ട്? ട്രാൻസ്ഫർ ചെയ്യപ്പെടുന്നുണ്ട് വിത്തൗട്ട് നെയിം ഓഫ് ദി ഓണർ. അടുത്ത ഒന്നാണ് ആർബിട്രേജ് എന്ന് പറയുന്നത്. ആർബിട്രേജ് എന്ന് പറയുന്നത് പ്രൈസ് ഡിഫറൻസിനനുസരിച്ച് പ്രോഫിറ്റ് ഉണ്ടാക്കുക. അതായത് പല മാർക്കറ്റിൽ പലതരത്തിലുള്ള പ്രൈസ് ചേഞ്ചസ് ഉണ്ടാകുന്ന സമയങ്ങളിൽ എന്ത് ചെയ്യും? സെക്യൂരിറ്റീസ് വാങ്ങുകയും വിൽക്കുകയും ചെയ്ത് അതിൽ നിന്നൊരു പ്രോഫിറ്റ് ഉണ്ടാക്കുന്നതാണ് ആർബിട്രേജ് എന്ന് പറയുന്നത്. ദാറ്റ് ഹെൽപ്പ് മെയിൻറ്റെയിൻ പ്രൈസ് ഇക്വിലിബ്രിയം അക്രോസ് ദി മാർക്കറ്റ്.
അടുത്ത ഒന്നാണ് വാഷ് സെയിൽ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ വാഷ് സെയിൽ എന്ന് പറയുന്നത് ഇത് ആർട്ടിഫിഷ്യലി എന്ത് ചെയ്യും, അസറ്റിന്റെ ഡിമാൻഡ് ഇങ്ങനെ കൂടി കാണിക്കും. അതായത് ഈ ഒരു സ്റ്റോക്കിന് ഇത്രത്തോളം ഡിമാൻഡ് ഉണ്ട് എന്നുള്ളത് ആർട്ടിഫിഷ്യലി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യും, സെക്യൂരിറ്റീസ് വാങ്ങുകയും സെക്യൂരിറ്റീസ് വിൽക്കുകയും അതിനുശേഷം എന്ത് ചെയ്യും, റീപർച്ചേസ് ചെയ്യും. ഈ സെയിം സെക്യൂരിറ്റി തന്നെ ഹൈ പ്രൈസിന് റീപർച്ചേസ് ചെയ്യുകയും ചെയ്യുന്നതിനെയാണ് നമ്മൾ വാഷ് സെയിൽ എന്ന് പറയുന്നത്. ഓഫ്റ്റൻ മിസ് ഇതിലെ ഒരു കൺസെപ്റ്റ് തന്നെയാണ് മിസ് ഈ പ്രൈസ് റിഗിങ്ങും തന്നെ. റിഗിങ് പറയുന്നുണ്ട്, ആ പ്രൈസ് റിഗിങ്ങും ഇത് തന്നെയാണ് കേട്ടോ. ഓക്കെ മിസ്സേ. ഓക്കെ, സോ ദെൻ ഇതും മാർക്കറ്റ് പെർസെപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്, മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇത് ഉപയോഗിക്കുന്നത്. പിന്നൊന്നാണ് ക്യാരി ഓവർ ട്രാൻസാക്ഷൻ അഥവാ ബട്ട്ലർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. ഈ ബട്ട്ലർ ട്രേഡിംഗ് എന്ന് പറയുന്നത് എക്സ്റ്റെൻഡിങ് എ സ്പെക്കുലേറ്റീവ് കോൺട്രാക്ട് ഫ്യൂച്ചർ ഡേറ്റ് ഇൻ ദ പ്രൈസ് മൂവ് അഗെയിൻസ്റ്റ് ദി എക്സ്പെക്ടേഷൻ. അതായത് നമ്മുടെ പ്രതീക്ഷയ്ക്ക് അനുസരിച്ചല്ല പ്രൈസ് മൂവ് എന്നുണ്ടെങ്കിൽ ഈ സ്പെക്കുലേറ്റീവ് കോൺട്രാക്ട് എന്ത് ചെയ്യും, ഒരു ഫ്യൂച്ചർ പീരീഡിലേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് കൊണ്ടുപോകുന്നതിനെയാണ് നമ്മൾ ബട്ട്ലർ ട്രേഡിംഗ് എന്ന് പറയുന്നത്. പിന്നൊന്നാണ് കോർണറിംഗ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ കോർണറിംഗ് ദ മാർക്കറ്റ് എന്ന് പറയുന്നത് ഗെയിനിങ് ദ കൺട്രോൾ ഓവർ ദ സപ്ലൈ ഓഫ് സെക്യൂരിറ്റി ടു മാനിപ്പുലേറ്റ് ദ പ്രൈസസ്. അതായത് മാർക്കറ്റിന്റെ കൺട്രോള് അറ്റൈൻ ചെയ്തുകൊണ്ട് സെക്യൂരിറ്റീസിന്റെ പ്രൈസിന് എന്ത് ചെയ്യും, മാനിപ്പുലേറ്റ് ചെയ്യുന്നതാണ്. യൂസ്ഡ് ബൈ അഗ്രസീവ് സ്പെക്കുലേറ്റേഴ്സ് ടു ഫോഴ്സ് മാർക്കറ്റ് പ്ലേയേഴ്സ് ഇൻ ടു ലോസസ്. അടുത്തൊന്നാണ് മാർക്കറ്റ് റിഗിങ് എന്ന് പറയുന്നത്. അപ്പൊ മാർക്കറ്റ് റിഗിങ് നമ്മൾ ഇപ്പോൾ ഓൾറെഡി സ്വപ്ന പറഞ്ഞ ആ ഒരു കാര്യം തന്നെയാണ്. ഇവിടെയും ആർട്ടിഫിഷ്യലി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൈസ് കൂടുതലാണ് എന്നുള്ള രീതിയിൽ കാണിക്കുന്നുണ്ട്. ഇത് ടിപ്പിക്കലി ഫോളോ ചെയ്യുന്നത് ബുള്ളിഷ് ട്രേഡേഴ്സ് ആണ് ഫോളോ ചെയ്യുന്നത്. ദെൻ അതിനുശേഷം ഹൈ പ്രോഫിറ്റിന് എന്ത് ചെയ്യും, ഇത് വിൽക്കുകയും ചെയ്യുന്നുണ്ട്. ഇത് മാർക്കറ്റ് ഇൻസ്റ്റബിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യും. ക്ലിയർ ആയോ? ക്ലിയർ ആണ് മിസ്സേ. ഒരു ഡൗട്ടും കൂടെ, ഈ ബുള്ള ട്രേഡിംഗ് നടക്കുന്നത് ബുള്ളും ബിയറും തമ്മിലാണോ? അത് ഞാൻ ശ്രദ്ധിച്ചില്ല, ഞാൻ നോക്കട്ടെ. അങ്ങനെ എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ? ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നു മിസ്സേ ഇങ്ങനത്തെ കുറെ ടേമുകളുമായി ബന്ധപ്പെട്ടിട്ട്. ഓക്കെ ഓക്കെ. പിന്നെ അതുപോലെ തന്നെ ഈ ജോബർ എന്താ താരാവാടിനിയോ അങ്ങനെ എന്തൊക്കെയോ കുറെ ടേമുകളുടെ കുറെ ക്വസ്റ്റ്യൻസ് കണ്ടിരുന്നേ. അത് ഈ പണ്ട് സെക്യൂരിറ്റി മാർക്കറ്റിൽ ഉപയോഗിക്കുന്ന ടേമുകളാണ് കേട്ടോ. അതൊക്കെ ഇപ്പൊ അങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാറില്ല. എങ്കിലും ബുട്ട്ല ട്രേഡിംഗ് അല്ലേ? അതെ മിസ്സേ. ഒരു മിനിറ്റ്. ഈ ബട്ട്ലർ ട്രേഡിംഗ് ഒക്കെ ബാൻ ചെയ്തിട്ടുണ്ടെന്നും പറയുന്നുണ്ട് കേട്ടോ. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മിസ്സേ. ഞാൻ അങ്ങനെ കണ്ടില്ല കേട്ടോ. ഞാൻ നോക്കട്ടെ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ. ഓക്കെ, ബട്ട്ലർ ട്രേഡിംഗ് ബാൻ ചെയ്തു കേട്ടോ. ഇതെല്ലാം തന്നെ നമ്മുടെ സ്റ്റോക്ക് മാർക്കറ്റിന്റെ ഇൻസ്റ്റബിലിറ്റിയിലേക്ക് ലീഡ് ചെയ്യുന്നുള്ളത് കൊണ്ട് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ബാൻ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഇനി നമുക്ക് സ്പെക്കുലേറ്റേഴ്സിനെ കുറിച്ച് നോക്കാം. ഫസ്റ്റ് ലെയിം ടെക് ആണ്. ലെയിം ടെക് എന്ന് പറയുന്നത് സ്ട്രഗ്ലിംഗ് ട്രേഡർ ആണ്. അതായത് ഹെവി ലോസ്, പുവർ ട്രേഡിന്റെ ഭാഗമായിട്ട് ഹെവി ലോസ് ഫേസ് ചെയ്യുമ്പോഴാണ് ലെയിം ടെക് ആകുന്നത്. സോ ഓഫൻ എ ബ്രിയർ ട്രേഡർ ടു ഹു മിസ്ജഡ്ജ് ദ മാർക്കറ്റ്. അപ്പോൾ ലെയിം ടെക് എന്ന് പറയുന്നത് പ്രത്യേകിച്ചും പുതുതായിട്ട് വരുന്ന സെക്യൂരിറ്റി മാർക്കറ്റിലേക്ക് വരുന്ന സ്പെക്കുലേറ്റേഴ്സ് ആണ് ലെയിം ടെക് എന്ന് പറയുന്നത്. സോറി, ന്യൂലി ഫോംഡ് കമ്പനീസ് ആണ് പൊതുവെ ഈ ലെയിം ടെക് എന്നുള്ളൊരു സിറ്റുവേഷൻ ഫേസ് ചെയ്യേണ്ടി വരുന്നത്. അടുത്ത ഒന്നാണ് മാർക്കറ്റ്. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? പറഞ്ഞില്ല. ടൈപ്പ് ഓഫ് സ്പെക്കുലേറ്റേഴ്സ്. ദെൻ ബുള്ളാണ്. ബുൾ എന്ന് പറയുന്നത് ഭയങ്കര ഒപ്റ്റിമിസ്റ്റ് ആണ്. പ്രൈസ് കൂടും എന്നുള്ള ഒരൊറ്റ വിചാരത്തിൽ മാത്രമേ പോകത്തുള്ളൂ. അപ്പൊ നിങ്ങൾ എക്സാം ടൈമിൽ മാക്സിമം ബുള്ളായിട്ടിരിക്കാൻ ശ്രമിക്കുക. ബൈ ലോ ആൻഡ് സെൽ ഹൈ എന്നുള്ള ഒരു സ്ട്രാറ്റജിയാണ് ഈ ഒരു ബുൾ സ്പെക്കുലേറ്റേഴ്സ് ഫോളോ ചെയ്യുന്നത്. ആൻഡ് ടേക്ക് ലോങ് പൊസിഷൻ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ്. ബിയർ എന്ന് പറയുന്നതിന്റെ ബുള്ളിന്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അവർ പെസിമിസ്റ്റ് ആണ്. അവരെപ്പോഴും പ്രൈസ് കുറയും എന്നുള്ളൊരു പ്രതീക്ഷയിലാണ് ഇരിക്കുന്നത്.
ദെൻ ഷോർട്ട് സെല്ലിംഗ് ആണ് അവരുടെ മറ്റൊരു പ്രത്യേകത. അതായത് ബോറോവിങ് ആൻഡ് സെല്ലിംഗ് അസെറ്റ് അറ്റ് ഹൈ പ്രൈസ് ദെൻ റീപർച്ചേസ് അറ്റ് ലോവർ പ്രൈസ് എന്നുള്ള രീതിയാണ് അവർ ഫോളോ ചെയ്യുന്നത്. ഷോർട്ട് പൊസിഷൻസിലേക്കാണ് ബിയർ എപ്പോഴും ശ്രമിക്കാറുള്ളത്. അടുത്ത ഒന്നാണ് സ്റ്റാഗ് എന്ന് പറയുന്നത്. അപ്പൊ സ്റ്റാഗ് ആണ് കോഷ്യസ് ട്രേഡർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ സ്റ്റാഗ് എപ്പോഴും ലാംഡെക് അല്ല, സ്റ്റാഗ് ആണ് ആ ഒരു ന്യൂ സ്റ്റോക്ക് ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ട് വരുന്നത്. അപ്പോൾ ഫോക്കസ് ഓൺ ന്യൂ സ്റ്റോക്ക് ഇഷ്യൂ പ്രധാനമായിട്ടും ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗ് ആണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. അതിനുശേഷം അത് പ്രോഫിറ്റിന് വിൽക്കുകയും ആൻഡ് ഇറ്റ് യൂസ് ടെക്നിക്കൽ അനാലിസിസ് ഇൻസ്റ്റീഡിങ് ഗസിങ് മാർക്കറ്റ് ട്രെൻഡ്സ്. അപ്പം മാർക്കറ്റ് ട്രെൻഡ്സ് ഗസ് ചെയ്യുക എന്നുള്ളതിലുപരി അവർ ടെക്നിക്കൽ അനാലിസിസ് കൂടി ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ട്രേഡിംഗ് ചെയ്യപ്പെടുന്നത്. ക്ലിയർ ആയോ? ക്ലിയർ ആണ് മിസ്സേ. സ്പെക്കുലേറ്റേഴ്സിന്റെ ക്യാരക്ടറിസ്റ്റിക്സ് ആണ് കൊടുത്തിട്ടുള്ളത്. മാർക്കറ്റ് ലിക്വിഡിറ്റി ആൻഡ് പ്രൈസ് ഡിസ്കവറി, റിസ്ക് ട്രാൻസ്ഫർ, പൊട്ടൻഷ്യൽ ഹൈ റിസ്ക്, ഹൈ റിട്ടേൺ, മാർക്കറ്റ് എഫിഷ്യൻസി. ജസ്റ്റ് എക്സ്ട്രാ ഉൾപ്പെടുത്തിയതേ ഉള്ളൂ. ഈ ഒരു ക്വസ്റ്റ്യൻ നോക്കിക്കേ. കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് ആണ്. കാരണം ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത് ഇതിൽ ബാക്കി ഉള്ളതിനേക്കാൾ ഉപരി ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ളത് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണിയാണ് കേട്ടോ. അപ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ക്യാഷ് റിസർവ് റേഷ്യോ എന്ന് പറയുന്നത്. അപ്പോൾ കൊമേഴ്സ്യൽ ബാങ്കുകൾ ക്യാഷ് റിസർവ് നോട്ടിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളാണ് CSSR മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട് കോൾ ആൻഡ് ഷോർട്ട് നോട്ടീസ് മണിയാണ് ഉപയോഗിക്കാറുള്ളത്. ക്ലിയർ ആയോ? ഹലോ, ക്ലിയർ ആണ് മിസ്സേ. ക്ലിയർ ആണ് മിസ്സേ. ഓക്കെ ഓക്കെ. അടുത്തത് ഹോറിസ്റ്റിക്സ് ആണോ മിസ്സേ? അടുത്തത് ബി, ഓപ്ഷൻ ബി, ഹ്യൂറിസ്റ്റിക്സ്. അടുത്ത് നോക്കിക്കേ. 13ഡിസോണൻസ് അല്ലേ, എ അല്ലേ? 13ാമത്തെ ക്വസ്റ്റ്യന്റെ ആൻസർ ഹ്യൂറിസ്റ്റിക്സ് ആണ് വരുന്നത്. ഹ്യൂറിസ്റ്റിക്സ് ആണ് വരുന്നത്. ഡാഷാസ് റെഫർഡ് ആസ് എ റൂൾ ഓഫ് തമ്പ് വിച്ച് അപ്ലൈ ദ ഡിസിഷൻ മേക്കിംഗ്. അത് ആ ഒരു ടേം തന്നെ ഉപയോഗിക്കുന്നുണ്ട്. റൂൾ ഓഫ് തമ്പ് ഉപയോഗിക്കുന്നത് ഹ്യൂറിസ്റ്റിക്സിനാണ്. ക്ലിയർ ആയോ? ക്ലിയർ ആണ് മിസ്സേ. നെക്സ്റ്റ് വൺ കോഗ്നിറ്റീവ് ഡിസോസൻസ്. ഓപ്ഷൻ എ ആണ്. കോഗ്നിറ്റീവ് ഡിസോണൻസ് ആണ് വരുന്നത്. അടുത്ത് നോക്കിക്കേ. ഇത് വേറൊരു ക്വസ്റ്റ്യൻ ആണ്, വേറെ സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഓപ്ഷൻ സി ആണോ മിസ്സേ ആൻസർ? വരുന്നേ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി ആണ്, ഇൻവെസ്റ്റ്മെന്റ് ഇൻ ഷോർട്ട് ആൻഡ് സെക്യൂരിറ്റി. അടുത്തത് സെല്ലിംഗ് ഷെയർസ് വിത്തൗട്ട് ഓണിംഗ് ദം. ഓപ്ഷൻ ബി. ഓപ്ഷൻ ബി വരും. 5th ക്വസ്റ്റ്യൻ ആൻസറോ? നിങ്ങൾക്ക് സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ ഇട്ട് തന്നിരിക്കുന്നത്. സെബി റെഗുലേറ്റ് ചെയ്യാത്ത ഏതാണ്? ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. FDI. ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ് ആണ്. ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെന്റ്. ഈ ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസർ ആയിട്ട് വരുന്നത്. എക്സിറ്റ് ലോഡ് അലൗഡ് ഇൻ സം കേസസ്. മിസ് ഈ ടേമുകളൊന്നും കേട്ടിട്ടില്ലാത്തതാണല്ലോ, എൻട്രി ലോഡ് എക്സിറ്റ് ലോഡൊക്കെ. ഇത് ജസ്റ്റ് ഒരു വേറൊരു ക്വസ്റ്റ്യനകത്ത് വന്നിട്ടുള്ള ഈ ടേമുകൾ നോക്കട്ടെ, ഇട്ടുതരാം കേട്ടോ ഡീറ്റെയിൽ ആയിട്ട്. അടുത്ത് നോക്കിക്കേ. മ്യൂച്വൽ ഫണ്ടിനെ പറ്റി എവിടെയും കേട്ടിട്ടില്ല അങ്ങനത്തെ കാര്യങ്ങൾ. ഈ എക്സിറ്റ് ലോഡ് ഒന്നും കേട്ടിട്ടില്ലല്ലയോ? ഇല്ല മിസ്, ആ ടേംസ് ഒന്ന് ഇട്ട് തരുവാണെങ്കിൽ നല്ലതായിരിക്കും. ഇട്ടുതരാം. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇൻഡെക്സ് ഫീച്ചേഴ്സ് ആണോ മിസ്സേ? അടുത്ത ഓപ്ഷൻ 7 അല്ലേ?
സെവൻത് ക്വസ്റ്റിന്റെ ആൻസർ സി, കമ്മോഡിറ്റി ഓപ്ഷൻ ആണ് വരുന്നത് കേട്ടോ. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് മിസ്സേ. കമ്മോഡിറ്റി ഓപ്ഷൻ ആണ് നോട്ട് അവൈലബിൾ ഇൻ ഇന്ത്യ. അടുത്ത നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഇസ് ദ ബെനിഫിറ്റ് ഓഫ് ഡെപ്പോസിറ്ററീസ്? All of the above. All of the above. ഓൾ ഓഫ് ദിസ് എബോവ് വരും. അടുത്ത നോക്കിക്കേ, 9th ക്വസ്റ്റ്യൻ. Option A ആണോ മിസ്സേ? ഗ്യാരണ്ടി ഓഫ് റീപേയ്മെന്റ്. ക്രെഡിറ്റ് റേറ്റിംഗ് എ ഡെപ്റ്റ് സെക്യൂരിറ്റി. ഓപ്ഷൻ ബി ആണ് കേട്ടോ, നിയർലി ഒപ്പീനിയൻ. ഹലോ, കേൾക്കാമോ? മിസ് അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്യാമോ മിസ്സേ? ഒപ്പീനിയൻ ആണ്. മിയർലി ഒപ്പീനിയൻ എന്നുള്ള അത് വന്നേന്ന്. ഹലോ മിസ്സേ. പറഞ്ഞുതരാം നിക്കേ. ക്രെഡിറ്റ് റേറ്റിംഗ് ഓഫ് ഡെപ്റ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഗ്യാരണ്ടി ഓഫ് റീപേയ്മെന്റ് വരാൻ സാധ്യത കൂടുതലേ. ഒരു മിനിറ്റ്, അത് നോക്കട്ടെ കറക്റ്റ് ആയിട്ട്. ഓക്കെ പറഞ്ഞുതരാം കേട്ടോ. ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഓക്കെ, അപ്പോ ക്രെഡിറ്റ് റേറ്റിംഗ് ഓഫ് ഡെപ്റ്റ് സെക്യൂരിറ്റി എന്ന് പറയുന്നത് ആക്ച്വലി ഒരു ഒപ്പീനിയൻ ആണ്. അതായത് ഒരു റേറ്റിംഗ് ഏജൻസി എന്ത് ചെയ്യുവാണ്, ഈ പറഞ്ഞ തരത്തില് എന്തെങ്കിലും തരത്തിലുള്ള ഡെപ്റ്റ് ഒബ്ലിഗേഷൻസിനകത്ത് ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടോ തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് അസസ് ചെയ്യപ്പെടുന്നത്. ഈ അസസ് ചെയ്യപ്പെടുന്നതും ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നതും ഒക്കെ തന്നെ എന്താണ്? ഹലോ, കേൾക്കാൻ പറ്റുന്നുണ്ടോ? യെസ് മിസ്. അതായത് ഈ പറഞ്ഞ ഇഷ്യൂവറിന്റെ ഫിനാൻഷ്യൽ ഹെൽത്ത് പരമായിട്ടുള്ള കാര്യങ്ങൾ കൺസിഡർ ചെയ്തുകൊണ്ടാണ് ഇത് അസസ് ചെയ്യപ്പെടുന്നത്. അതായത് അയാൾക്ക് തിരികെ അടയ്ക്കാൻ പറ്റുന്നുണ്ടോ, അതായത് നേരത്തെ മുൻകാലങ്ങളിലൊക്കെ തന്നെ എന്തെങ്കിലും പേയ്മെന്റിൽ ഡിഫോൾട്ട് വരുത്തിയിട്ടുണ്ടോ, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അസസ് ചെയ്യപ്പെടുന്നുണ്ട്. അവയൊക്കെ തന്നെ പലതരത്തിലുള്ള ഫാക്ടേഴ്സ് വെച്ചുകൊണ്ട് ഇവാലുവേറ്റ് ചെയ്യപ്പെടുന്നുണ്ട്. പക്ഷെ ഇവിടെ എന്താണ്, റീപേയ്മെന്റ് എന്ന് പറയുന്ന ഒരു കാര്യം ഗ്യാരണ്ടീഡ് അല്ല. മനസ്സിലായോ? അതായത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ മുൻകാലങ്ങളിൽ ഒരാൾ ഡിഫോൾട്ട് ഒന്നും തന്നെ വരുത്തിയിട്ടില്ല, പക്ഷെ അങ്ങനെ ഇപ്പൊ ലോൺ കൊടുക്കുവാണെന്നുണ്ടെങ്കിൽ തിരികെ അയാൾ അടയ്ക്കും എന്നുള്ളൊരു കാര്യം ഗ്യാരണ്ടീഡ് അല്ല. ക്ലിയർ ആയോ? അതൊരു മിയർലി ഒപ്പീനിയൻ ആണ്. ഓക്കെ മിസ്സേ. മനസ്സിലായോ? അതായത് ഇപ്പം പലതരത്തിലുള്ള ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്തു, ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി ഒരു ഒപ്പീനിയൻ ആണ് തരുന്നത്. ഒപ്പീനിയൻ, അതായത് ഇപ്പൊ ക്രെഡിറ്റ് റേറ്റിംഗ് ഏജൻസി തരുന്നത് ഒരാളുടെ ഫിനാൻഷ്യൽ ഹെൽത്ത് പരമായിട്ടുള്ള ചില ഫാക്ടേഴ്സിന്റെ അടിസ്ഥാനത്തിലാണ് തരുന്നത്. പക്ഷെ ആ ഒരു ഇൻഫർമേഷന്റെ അടിസ്ഥാനത്തിൽ ലോൺ പ്രൊവൈഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിലോ ഒക്കെ തന്നെ അത് തിരികെ നൽകും എന്നുള്ളൊരു കാര്യം അവിടെ ഗ്യാരണ്ടീഡ് ആയിട്ടുള്ള ഒരു കാര്യം. ഓക്കെ, അതൊരു മിയർലി ഒപ്പീനിയൻ മാത്രമാണ്. ക്ലിയർ ആയോ? യെസ് മിസ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ, ദ ഫസ്റ്റ് കമ്പ്യൂട്ടറൈസ്ഡ് ഓൺലൈൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് ഇൻ ഇന്ത്യ വാസ് D ആണോ? OTCEI. OTCEI. ഓവർ ദ കൗണ്ടർ എക്സ്ചേഞ്ച് ഓഫ് ഇന്ത്യ. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ, വിച്ച് ഓഫ് ദ ഫോളോവിങ് ഡെറിവേറ്റീവ്സ് നോട്ട് ട്രേഡഡ് ഇൻ ദ ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്? ഫോർവേഡ് റേറ്റ് എഗ്രിമെന്റ് ആണ് കേട്ടോ കറക്റ്റ്. Forward rate agreements. ഇനി ഇന്ത്യയിൽ എത്ര ഡെപ്പോസിറ്ററീസ് ഉണ്ട്? 3. സോറി, ഇന്ത്യയിൽ എത്ര ഡെപ്പോസിറ്ററീസ് ഉണ്ട്? Two NSDL അതന്നെ CDs. അടുത്ത നോക്കിക്കേ, സെക്കൻഡറി മാർക്കറ്റ് ഇന്ത്യ വാസ് റെഗുലേറ്റഡ് ബൈ സെബി. അടുത്ത് നോക്കിക്കേ, ഡാഷ് ഫണ്ട് ഡു നോട്ട് ഹാവ് ഫിക്സഡ് റേറ്റ് ഓഫ് റിഡംഷൻ. ക്ലോസ് എൻഡഡ് ഫണ്ട് ആണോ മിസ്സേ? ഓപ്പൺ എൻഡഡ് ഫണ്ട് ആണ് കേട്ടോ. ഞാൻ മാറിപ്പോയതാ, ഞാൻ കണ്ടായിരുന്നു എവിടെയോ.
ഓക്കെ ഓക്കെ, ഓപ്പൺ എൻഡഡ് ഫണ്ട് എന്താണെന്ന് നമുക്ക് നോക്കാം. കുറച്ച് പേർക്കൊക്കെ ആ ഒരു ടേം അറിയത്തില്ലല്ലോ, അതുകൊണ്ടാണ്. ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്ത് നോക്കിയപ്പോ എവിടെയോ കണ്ടു ഓപ്പൺ എൻഡഡ് ആണോ ക്ലോസ് എൻഡഡ് ആണോ എന്ന് ഒരു ഡൗട്ട് ആയിരുന്നു. ഓക്കെ ഓക്കെ, പറഞ്ഞുതരാം കേട്ടോ. അപ്പോൾ ഓപ്പൺ എൻഡഡ് മ്യൂച്വൽ ഫണ്ട്സിനെയാണ് നമ്മൾ ഓപ്പൺ എൻഡഡ് ഫണ്ട് എന്ന് പറയുന്നത് കേട്ടോ. ഇവിടെ നമ്മൾ എന്താണ് മ്യൂച്വൽ ഫണ്ട്സിന്റെ പോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റിനെ എല്ലാം തന്നെ എന്ത് ചെയ്യുന്നുണ്ട്, പൂൾ ചെയ്യുന്നുണ്ട്. അതിനെ വാങ്ങുകയും വിൽക്കുകയും ചെയ്യാം. ഏത് ടൈം വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, വാങ്ങുകയും വിൽക്കുകയും ചെയ്യാൻ പറ്റും. അതിനൊരു ഫിക്സഡ് ഡേറ്റ് ഇല്ല. ക്ലിയർ ആയോ? ക്ലിയർ ആണ് മിസ്സേ. ഓക്കെ ഓക്കെ, അപ്പോൾ ക്ലോസ് എൻഡഡ് എന്തായിരിക്കും? ഇതിന്റെ ജസ്റ്റ് അവിടെ കറക്റ്റ് ഒരു ഡേറ്റ് ഉണ്ടാവും. അതായത് നമുക്ക് ഷെയർ ഇഷ്യൂ ചെയ്യാം. അത് എനി ടൈം വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ സാധിക്കും, റിഡീം ചെയ്യാൻ പറ്റും. ക്ലോസ് എൻഡഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ എന്തായിരിക്കും വരുന്നത്? ഹലോ, പറഞ്ഞോ മിസ്സേ, കേക്കാം. ഓക്കെ, അപ്പോൾ ക്ലോസ് എൻഡഡ് ഫണ്ട് എന്ന് പറയുമ്പോൾ ഇവിടെ ഒരു ഫിക്സഡ് നമ്പർ ഓഫ് ഷെയർസ് ആണ്. പ്രത്യേകിച്ചും ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗിന്റെ സമയത്താണ് അത് ഇഷ്യൂ ചെയ്യുന്നത്. ദെൻ ഇനിഷ്യൽ പബ്ലിക് ഓഫറിംഗിന് ശേഷം എന്ത് ചെയ്യുന്നുണ്ട്, നമ്മുടെ ഈ പറഞ്ഞ സ്റ്റോക്ക് മാർക്കറ്റിലേക്ക് ഇവയെല്ലാം തന്നെ ലിസ്റ്റ് ചെയ്യപ്പെടുന്നുണ്ട്. ഹലോ, കേൾക്കാൻ പറ്റുന്നു? ഓക്കെ ആണ്. ഓക്കെ. പക്ഷെ ഇൻവെസ്റ്റേഴ്സിനെ സംബന്ധിച്ചിടത്തോളം ഡയറക്ട്ലി പർച്ചേസ് ചെയ്യാനോ റിഡീം ചെയ്യാനോ എന്ത് ചെയ്യാൻ സാധിക്കുന്നില്ല. ഇനിഷ്യൽ പബ്ലിക് ഓഫറിന് ശേഷമുള്ള പീരീഡിൽ എന്ത് ചെയ്യുന്നില്ല, ഈ പറഞ്ഞ തരത്തിൽ ഡയറക്റ്റ് ആയിട്ട് പർച്ചേസ് ചെയ്യാനോ റിഡീം ചെയ്യാനോ സാധിക്കുന്നില്ല. ക്ലിയർ ആയോ? ക്ലിയർ ആണ്. ഓക്കെ, അടുത്ത് നോക്കിക്കേ. നിഫ്റ്റി ആൻഡ് സെൻസെക്സ് ആർ കാൽക്കുലേറ്റഡ് ഓൺ ദ ബേസിസ് ഓഫ് ഫ്രീ ഫ്ലോട്ട് ക്യാപിറ്റലൈസേഷൻ. 15 എന്താണ് സി വരുന്നത് അല്ലെ. അടുത്ത ദ ടൈപ്പ് ഓഫ് കൊളാറ്ററൽ ഡാഷ് മീൻസ് സെക്യൂരിറ്റി യൂസ്ഡ് ഫോർ ഷോർട്ട് ടേം ലോൺസ്. സ്റ്റോക്ക് ഓഫ് ഗുഡ് ഏതാണ്? ഓപ്ഷൻ സി, സ്റ്റോക്ക് ഓഫ് ഗുഡ്സ് ആണ് വരുന്നത്. അടുത്തത് വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് എ ലയബിലിറ്റി ഓഫ് ബാങ്ക്? CD ആണ്. സർട്ടിഫിക്കറ്റ് ജങ്ക് ബോണ്ട് ആണോ? എന്താടാ? ഓപ്ഷൻ സി ആണോ? സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആണോ? സർട്ടിഫിക്കറ്റ് ഓഫ് ഡെപ്പോസിറ്റ്സ് ആണ് ബാങ്കിന്റെ കേസിൽ എന്തായിട്ട് വരുന്നത്, ലയബിലിറ്റി ആയിട്ട് വരുന്നത്. മിസ്, ഈ ജങ്ക് ബോണ്ട് ഒന്ന് പറയാവോ? ജങ്ക് ബോണ്ടോ? ഓക്കെ, ഓക്കെ, അപ്പൊ ജങ്ക് ബോൺസ് ആണ്, ഹൈലി ഈൽഡ് ബോൺസിനെയാണ് ജങ്ക് ബോൺസ് എന്ന് പറയുന്നത്. അതായത് കമ്പനീസ് ലോവർ ക്രെഡിറ്റ് റേറ്റിംഗിന്, അതായത് ഹൈ റിസ്ക് ആയിട്ടുള്ള ഈ ഒരു ബോണ്ടുകൾ ഇഷ്യൂ ചെയ്യാറുണ്ട്. മറ്റുള്ള ബോൺസിനെ അപേക്ഷിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഹൈ റിസ്ക്കുമാണ്, ലോവർ ക്രെഡിറ്റ് റേറ്റിംഗുമാണ്. സോ ഹൈലി റിസ്ക് ആയിട്ടുള്ള ബോണ്ടുകളാണ് ഈ ജങ്ക് ബോണ്ട് എന്ന് പറയുന്നത്. അപ്പോൾ ജങ്ക് ബോണ്ട് പൊതുവെ ഇഷ്യൂ ചെയ്യുന്നത് ഫിനാൻഷ്യലി സ്ട്രഗിൾ ചെയ്യുന്ന കമ്പനികളും പ്രത്യേകിച്ചും ന്യൂ മാർക്കറ്റിലാണ് എന്ത് ചെയ്യുന്നത്, ഈ ജങ്ക് ബോൺസുകൾ ഇഷ്യൂ ചെയ്യുന്നത്. അപ്പൊ ജങ്ക് ബോൺസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോവർ ക്രെഡിറ്റ് ഹിസ്റ്ററി ആണ്. അതായത് ഒരുപാട് ട്രേഡ് ചെയ്യാത്തവയാണ് എന്താണ് ജങ്ക് ബോൺസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അതായത് ഹൈ റിസ്ക് ക്രിയേറ്റ് ചെയ്യാൻ സാധ്യതയുള്ള ബോണ്ടുകളാണ് ഈ പറഞ്ഞ ജങ്ക് ബോൺസ് എന്ന് പറയുന്നത്. സോ അടുത്ത ക്വസ്റ്റ്യൻ പോവാം. 18th question. അൺസെക്യൂർഡ് ഷോർട്ട് ടേം ഡെറ്റ്. അടുത്ത 19th question എന്താണ്? Which of the following is not a spontaneous source of short term funds? Provision for dividend ആണ്. 20th question എന്താ? In India, commercial papers are issued as per the lines issued by RBI. അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. ഇരുപത്തൊന്നാമത്തെ ക്വസ്റ്റ്യൻ. കൊമേഴ്സ്യൽ പേപ്പേഴ്സ് ആർ ജനറലി ഇഷ്യൂഡ് അറ്റ് എ പ്രൈസ് ഓഫ് More than face value. ലെസ് ദാൻ ഫേസ് വാല്യൂ.
ഫേസ് വാല്യൂ ആണ്. അടുത്ത 22ാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? വിച്ച് ഓഫ് ദ ഫോളോവിംഗ് ഇസ് നോട്ട് ആപ്ലിക്കബിൾ ടു കൊമേഴ്സ്യൽ ബാങ്ക് കൊമേഴ്സ്യൽ പേപ്പേഴ്സ്? ഓപ്ഷൻ ഡി ആണ് കേട്ടോ, നൺ ഓഫ് ദിസ് എബോവ്. ഓക്കെ, എല്ലാത്തിന്റെ ആൻസർ കിട്ടിയല്ലോ. യെസ് മിസ്. അപ്പോൾ നമുക്ക് ഈ ഒരു ലൈവ് ഞാൻ അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കണം കേട്ടോ. ഓക്കെ, അപ്പൊ എങ്ങനെയുണ്ട് ഈ ഒരു മൊഡ്യൂളിന്റെ കേസ് എന്ന് പറയുമ്പോൾ? കുഴപ്പമില്ല മിസ്, അത്യാവശ്യം കവർ ചെയ്തിട്ടുണ്ട്. വരുന്നു. ഓക്കെ, അപ്പൊ നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഒരുപാട് ലേറ്റ് ആയി. താങ്ക് യു മിസ്സേ. എന്തെങ്കിലും ഡൗട്ട്സ് ഒക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം കേട്ടോ. ഓക്കെ, ഗുഡ് നൈറ്റ്, ടേക്ക് കെയർ. അപ്പൊ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർക്കുക, നന്നായിട്ട് പ്രിപ്പയർ ചെയ്യുക.